ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ സത്സംഗം എന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രഭാഷണം 2020 മുതൽ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കൊറോണ കാലഘട്ടത്തിൽ പലരും ഇതുപോലെ മറ്റ് ജില്ലകളിലേക്ക് വിളിച്ചപ്പോൾ തനിയെ പോവാൻ വയ്യ എന്നുള്ള ട്രെയിൻ യാത്ര ഒരു ഭയമായിരുന്നുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് സത്സംഗം എന്ന് പറഞ്ഞ് 300 പേരുള്ള ഒരു ഗ്രൂപ്പൊക്കെ ആയി എനിക്ക് കൂടെ വരാൻ കഴിവും അതുപോലെ തന്നെ ആധ്യാത്മികതയിൽ ഉയരം ഉള്ളവരും ആയിട്ട് ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധം വന്ന ആ ഒരു ബലത്തിലാണ് സത്സംഗം തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഒരു തീർത്ഥയാത്രയായി ഇവിടെ ഈ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ മണ്ണിൽ ശ്രീഭദ്രയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുക. ഇത് എൻ്റെ കഴിവല്ല, എന്നെ വിളിച്ചു വരുത്തിയവരുടെ കഴിവും അല്ല. അതിനും അപ്പുറം മനുഷ്യൻ്റെ ബുദ്ധിക്കും അപ്പുറം, അവനറിയാൻ കഴിയുന്നതിനും അപ്പുറം, ഈ മാംസനേത്രങ്ങൾക്കും അപ്പുറമായിട്ട് ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. ഹൈന്ദവൻ ഗ്രന്ഥങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ കൊച്ചുകുട്ടികൾ സന്ധ്യാനാമം കഴിഞ്ഞ ആദ്യം ജ്ഞാനപ്പാനയും പിന്നീട് ഹരിനാമ കീർത്തനവും എടുക്കും. ഈ ഹരിനാമ കീർത്തനത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമഃ. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ശ്രീ ഭഗവതിയെ ഓങ്കാരരൂപി, ഓങ്കാരമായ ആ പ്രകൃതീശ്വരി മൂന്നായി പിരിഞ്ഞ് ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളായി എന്ന് ഹരിനാമകീർത്തനത്തിൽ തുടങ്ങി വയ്ക്കുന്നു. അപ്പോൾ എല്ലാത്തിനും മുകളിലാണ് ശ്രീ പരമേശ്വരി, പ്രകൃതീശ്വരിയായ ശ്രീ പരമേശ്വരി. ആ പ്രകൃതീശ്വരി ശ്രീഭദ്രയുടെ രൂപത്തിൽ. ഭദ്രകാളിയുടെ പ്രത്യേകത എന്താ? വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മമാരങ്ങനെ നിന്ന് ദേഷ്യപ്പെട്ട് തുള്ളുന്നത് കാണാം. അപ്പൊ കൊടുങ്ങല്ലൂര് എന്താ സംഭവിക്കണേ? ഉറഞ്ഞ് തുള്ളുകയല്ലേ. ശ്രീഭദ്ര ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ആ ഭദ്രകാളിയുടെ രൂപത്തിൽ ദേഷ്യപ്പെട്ട് അങ്ങനെ വരിക. എന്ത് കഴിഞ്ഞിട്ട്? ദാരികവധം കഴിഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ
അച്ഛനായ ശ്രീ പരമേശ്വരന് പോലും മനസ്സിലാവുകയാണ്, ഈ കോപത്തെ തടുക്കാൻ എനിക്കാവില്ല, ഇത് അടക്കാൻ എനിക്കാവില്ല. അങ്ങനെ ഒരു ശൈശവ രൂപം പൂണ്ട് കിടന്നു എന്നൊരു കഥ പല ബുക്കുകളിൽ പല മാതിരി കാണാം. എങ്കിലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏതൊരു സ്ത്രീക്കും എന്താ ഉണ്ടാവുക? മാതൃവാത്സല്യം. ഉണ്ണിഗണപതിയോടും കാർത്തികേയനോടും പറയുന്നുണ്ട്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട്, ആ കോപത്തെ ശമിപ്പിക്കണം. ഇനി മഹേശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാനും ആരാ? കോപത്തിൻ്റെ ആളാ. ശ്രീരുദ്രം ശിവരാത്രിക്ക് അങ്ങനെ ജപിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഓം നമസ്തേ രുദ്രമന്യവ ഉദോദൈഷവേ നമഃ. ഓം നമസ്തേ രുദ്രമന്യവ. ഹേ രുദ്രഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. എന്തിനായിക്കൊണ്ട് നമസ്കാരം? അങ്ങയുടെ കോപത്തിനായിക്കൊണ്ട് നമസ്കാരം. ഇഷവേ നമഃ, ഉതോദ ഇഷവേ നമഃ. ഇഷവേ എന്ന് പറഞ്ഞാൽ പിന്നീട് പറയാ, കോപം വന്നാൽ എന്താ എടുക്കുക? ബാണം എടുക്കും. ആ ശിവധനുസ്സിനായിക്കൊണ്ട്, മഹാദേവ അങ്ങയുടെ ബാണത്തിനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ ആ രുദ്രൻ തുടങ്ങുന്നേ. അതായത് ശിവകോപം എല്ലാവർക്കും പേടിയാ. ശ്രീ ഭദ്രകാളിയുടെ ആ രൂക്ഷമായ രൂപം എല്ലാവർക്കും പേടിയാ. കാരണം ശിവന്റെ ശക്തിയാണ് ഭദ്രകാളി. ശിവം എന്ന് പറഞ്ഞ മംഗളരൂപിയ, മംഗളകാരിയ. ആ ശിവം ആയ രൂപങ്ങളാണ് അംശാവതാരങ്ങളായിട്ട് ഓരോ മനുഷ്യനായി ജന്മം എടുക്കുന്നത്. ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ പരമാത്മാവിൻ്റെ ഒരംശമായ ജീവാത്മാവ് അങ്ങോട്ട് പോകുന്ന നിമിഷമാണ് മരണം, ഭസ്മാന്തം ശരീരം. മരണം സംഭവിച്ചാൽ പിന്നെ അതിന് എന്താ പറയുക? ശിവൻ പോയി, ശവം ആയി മാറി. ശിവന്റെ വള്ളി പോയി. വള്ളി എന്ന് പറഞ്ഞാൽ ആരാ? പാർവതി ദേവിയാ. അപ്പോ ശിവഭഗവാന് ശക്തി വേണമെങ്കിൽ പാർവതി വേണം. പാർവതീദേവിയുടെ മായ ഇല്ല എങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കില്ല. യോഗമായാദേവി. അതുകൊണ്ടാണ് ഭദ്രം കരോതി ഇതി ഭദ്രകാളി എന്ന് പറയുന്നത്. ഈ തട്ടകത്ത് എല്ലാവരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ ഭദ്രകാളിക്ക് മാത്രമേ കഴിയൂ. ഒരുവിധം എല്ലാ ദേശങ്ങളുടെയും അല്ലെങ്കിൽ ഒരു തട്ടകത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഭദ്രകാളി ആയിരിക്കും. ആ ഭദ്രകാളി സ്വരൂപത്തിൽ അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഭദ്ര വിളിക്കുകയാണ് മലപ്പുറത്ത് വളാഞ്ചേരി കിടക്കുന്ന ഒരു ശോഭ ടീച്ചറെ. എൻ്റെ കഴിവൊന്നും അല്ല ഇത്രയും ഉയരങ്ങളിൽ എത്തിയത്. അപ്പം ഞങ്ങൾ അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ അർഹിക്കുന്നതിനും ഉയരങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മളെ എത്തിക്കും. അതിന് ഉദാഹരണമാണ് പൂതന. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് മീനമാസം 1 ഞായറാഴ്ച. 30 എന്നാണ് ആദ്യത്തെ ഒരാഴ്ച പറയുക. 30 ഞായറാഴ്ച 1-ാം തീയതി ഇവിടെ അങ്ങനെ വന്നിരിക്കുക. അതിനും അപ്പുറം ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ കഥയിലൂടെയാണ് പോകേണ്ടത്. രാവിലെ ഇവിടെ കയറി വന്നു. ഞാൻ പൊതുവേ ഒരമ്പലത്തിൽ ചെല്ലുമ്പോഴും അവർ എന്നെ തിരിച്ചറിഞ്ഞ് ഒരുപാട് ഫോർമാലിറ്റീസ്, ആചാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകും. നമ്മളെപ്പോഴും പുല്ലിലും എളിയവനാവണമെന്നാണ് വേദം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല ഞാൻ ഇന്ന ആളാണ്, ഇന്നോടത്തുനിന്ന് വന്നു എന്നൊന്നും. ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോഴൊക്കെ ആരോ അറിഞ്ഞു കേൾപ്പിച്ച് വന്നു. അദ്ദേഹം 1-2 ചോദ്യമൊക്കെ ചോദിച്ചു. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട്, എൻ്റെ ക്ഷമയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. കാരണം മനുഷ്യനിലെ 3 ഭാവങ്ങളും വേണമെന്ന രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഇതിലെ എരിവും പുളിയും കൂട്ടുന്നവർക്ക് ആദ്യം എന്താ വരിക? രജോ ഗുണം തന്നെ വരിക എന്നും സമാധാനിച്ച് ആ ഭഗവതിയുടെ പ്രസാദവും കഴിച്ച് അങ്ങോട്ട് പോവുകയുണ്ടായത്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. അപ്പോൾ ഞാനാണ് എന്ന് പറയും. കാരണം ഒന്നും അല്ല. ഇനി ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു പൂതനയ്ക്ക് എന്താ ഉണ്ടായേ? വിഷ്ണുവിൻ്റെ കഥയാണ് കേൾക്കേണ്ടത്. ഏകാദശി, ഭഗവതിക്ക് പൗർണമി, മഹാദേവന് പ്രദോഷം. നിങ്ങളിവിടെ പൗർണമി നോൽക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാം ഒരുപോലെ തന്നെ വ്രതങ്ങളാണ്. വ്രതം മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. രാവിലെ കയറി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഭാഗവതം ചൊല്ലിക്കൊണ്ടിരിക്കുക.
ഓരോ ശക്തിമയികളായ ദേവികൾ. മാതൃസമിതി വന്നപ്പോൾ ഓരോ ക്ഷേത്രങ്ങളുടെയും ആ ഒരു തേജസ് ഉയർന്നില്ലേ? ശക്തി ഉണർന്ന് പ്രവർത്തിച്ചാലേ എല്ലാം പൂർണ്ണമാവും. ശിവന് പൂർണ്ണത ശക്തി ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിൻ്റെ തെളിവാണത്. പൂതന ഭഗവാനെ ശത്രുഭാവത്തിലാ കണ്ടത്. ആർക്ക് വേണ്ടി? തൻ്റെ രാജാവായ കംസന് വേണ്ടി. പക്ഷേ അവിടെ വന്നപ്പോൾ ഭഗവാനെ കൈപിടിച്ചു ഇല്ലേ? അമിഞ്ഞ കൊടുക്കാനാന്ന് പറഞ്ഞു വന്ന ഒരു സ്ത്രീ ഒരിക്കലും ആ മാതൃവാത്സല്യം പറ്റിക്കുമെന്ന് വിചാരിക്കില്ല. പക്ഷേ ഭഗവാൻ അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, ആ ഓജസ്സും തേജസ്സും വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആകെ പരിഭ്രമായി രാക്ഷസ രൂപം പുറത്തു വന്നു. പക്ഷേ ഭഗവാനുണ്ടോ വിടണു? ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? കഥയിലെ തത്വങ്ങളാണ് അറിയേണ്ടത്. ഭഗവാന്റെ കയ്യിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ, ഭഗവാൻ പിന്നെ നമ്മളെ വിടില്ല. നീ എന്നെ ആശ്രയിച്ചില്ലേ, ഇനി പോണ്ട. അവൾക്ക് തിരിച്ചു പോണം. എങ്കിലും എന്താ പറഞ്ഞേ? വേണ്ട, നിനക്ക് ഞാൻ മോക്ഷം തരാം. ശത്രുവിനു പോലും ശിശുപാലന് മോക്ഷല്ലേ കൊടുത്ത് മോക്ഷം കൊടുക്കുന്ന ആ ഭഗവാനെ അത് ഇത്തിരി ദേഷ്യഭാവത്തിലാണെങ്കിലും അങ്ങോട്ട് ആശ്രയിക്കേ വേണ്ടു. ഈ പൂതനയുടെ ഉടലെടുത്തിട്ട് ദയിപ്പിച്ചുത്രേ. ദയിപ്പിച്ച സമയത്ത് ചന്ദനത്തിൻ്റെ സുഗന്ധമാണത്രേ വന്ന്. എന്താ കാരണം? അതൊരു അസുര സ്ത്രീയാ. പക്ഷേ ആരാ തൊട്ടേ? വിഷ്ണു ഭഗവാന്റെ അവതാരമായ ഉണ്ണിക്കണ്ണനാണ് തൊട്ട്. ആ മുല കുടിച്ചപ്പോൾ അമ്മയുടെ സ്ഥാനത്തായി. അമ്മയ്ക്ക് അമ്മ, അതിലും വലിയൊരു ദൈവമില്ലാലോ, അമ്മയ്ക്ക് മോക്ഷം എന്ന ഒരു സങ്കല്പത്തിലായി ഭഗവാൻ. ശിശുപാലൻ വഴക്ക് പറഞ്ഞപ്പോഴും എന്താ ചെയ്തേ? ശിശുപാലൻ അങ്ങനെ ചീത്ത പറയാ. അപ്പോൾ പലരും ചാടി, ഭീമസേനൻ ചാടി, എല്ലാവരോടും പറഞ്ഞു ഇരിക്കൂ അവൻ പറയട്ടെ. എന്നിട്ട് ലാസ്റ്റ് 100 ചീത്ത പറഞ്ഞോട്ടെ. അതുവരെ ഭഗവാൻ ക്ഷമിച്ചു. വിവരമുള്ളവർ കുറേ സമയം ക്ഷമിക്കും. ഇനെന്താ മുത്തശ്ശി പറയാ? ഏറെ കുത്തിയ ചേരിയും കടിക്കും ഇല്ലേ? ഭഗവാൻ അങ്ങനെ ക്ഷമിച്ചിരുന്ന് ആ സമയത്ത് നാരദ മഹർഷി ധർമ്മപുത്രരോട് പറയാണ്, ധർമ്മപുത്രരെ, അങ്ങ് എന്നെ ഒന്ന് തൊട്ടോളൂ, ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? ഈ 100 ചീത്ത കഴിഞ്ഞതും സുദർശനാണ്. ഭഗവാന്റെ കയ്യിൽ 2 ആയുധങ്ങളാണ്, ഗദയുണ്ട്, ചക്രമുണ്ട്. ഈ സുദർശനം ദർശനം കണ്ടാൽ തന്നെ അത് സുവാണ്. അങ്ങടെ അയച്ചു, ചക്രം അയച്ചു. ശിശുപാലൻ്റെ ശിരസ്സറുത്ത് താഴെ വീണു. ആ സമയത്ത് ആ ജീവചൈതന്യം, ആ ജീവാത്മാവ് കൃഷ്ണൻ്റെ കാൽ ചുവട്ടിൽ വന്ന് അങ്ങോട്ട് വിലയം പ്രാപിച്ചു. ഇതെല്ലാവർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി ധർമ്മപുത്രരെ എന്നെ ഒന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ധർമ്മപുത്രർ പറയാ മഹാഭാരതത്തില്, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ഹേ കൃഷ്ണ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാനായ കൃഷ്ണനോട്, ഭഗവാനെ എത്ര വഴക്ക് പറഞ്ഞു, അങ്ങയുടെ ഒരു കാരുണ്യം എത്ര വലുതാണ് എന്ന് പറയാം. ഇന്ന് വിഷ്ണുവിൻ്റെ ദിവസം ഏകാദശി. ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇത്രയും ദൂരം വിൻഡോ സീറ്റാ. ആ സൈഡിൽ നിന്ന് അങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങെത്തുമ്പോഴേക്ക് ഈ ശബ്ദം അടച്ചാ പിന്നെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുമോ? അപ്പോൾ ശ്രീ ഭഗവതി എന്നു മുതൽ 2 മാസം മുമ്പ് തീരുമാനിച്ചതാണ് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇവിടെ ഈ ശ്രീഭദ്രയുടെ സ്റ്റേജിൽ ഞാനിവിടെ വന്നിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇത്തിരി കഥകൾ പറയാം. നിങ്ങൾ വായിച്ച ഭാഗവതം വെറുതെ വായിച്ചു പോയാൽ അത് അധര വ്യായാമം. ഇവിടെ കുറച്ചായിട്ട് പ്രഭാഷണം ഇല്ല, ഭാഗവതം ഇങ്ങനെ പാരായണേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഭാഗവതത്തിലെ സപ്താഹം നിങ്ങൾ പലരും കേട്ടിരിക്കും. പക്ഷേ അരിഷ്ടാസുരൻ എന്ന് പറയുന്ന ഒരസുരൻ്റെ കഥ വരുന്നുണ്ട്. അപ്പോൾ കുറേ പ്രധാനപ്പെട്ട കഥ ഉണ്ടായിട്ട് എന്തേ ഇത് പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കഥ ഇങ്ങനെ 1 മണിക്കൂറിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. സപ്താഹം 7 ദിവസം, ശരിക്കും 8 ദിവസമുണ്ട് മഹാത്മ്യം ചേർത്തിട്ട്. അത് പറയുന്ന സമയത്ത് ഇത്രയൊന്നും ചെറിയ കഥകൾ പറയാൻ കഴിയില്ല. പക്ഷേ ചെറിയ കഥയാണെങ്കിലും അതിൽ വലിയ ഒരുപാട് തത്വങ്ങളുണ്ട്. നമുക്ക് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. വേദങ്ങൾ നമ്മളോട് പ്രഭുവിനെ പോലെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അത്രയും ഇഷ്ടാവില്ല നമ്മളോട് ഒരാൾ ഇവിടെ വാടാന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്താ പറയാ? പോടൂ എന്ന് പറയും. മോനെ ഇവിടെ വരൂ പറഞ്ഞാൽ ഓടി വരും ഇല്ലേ? ഇതാണ് നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് തിരിച്ചു വരിക. നമ്മൾ അങ്ങോട്ട് എറിഞ്ഞ റബ്ബർ പന്ത് അതുപോലെ പ്രതികരിച്ച് ഇങ്ങോട്ട് വരും ഇല്ലേ? ഇവിടെ വേദങ്ങൾ അങ്ങനെ ആജ്ഞാപിക്കുകയാണ്.
ഈ വേദത്തിൻ്റെ അന്തസത്ത കറന്നെടുത്ത് സാധാരണക്കാരായ ലൗകികർക്ക് വേണ്ടി 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും സൃഷ്ടിച്ചു. അതിൽ വേദങ്ങളിൽ നിന്നും എടുത്ത പുരാണങ്ങളിൽ ഒരുപാട് കഥകൾ നിറച്ചു വെച്ചിരിക്കുക. അതിൽ തന്നെ 5ാമത്തെ ഭക്തിക്ക് മുൻതൂക്കം നിൽക്കുന്ന പുരാണമാണ് ഭാഗവത മഹാപുരാണം. ഇവിടെ സപ്താഹത്തിനെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന കുറേ അമ്മമാരുണ്ട്. ഈ ഭാഗവതം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീമദ് ഭാഗവതം എന്താ? പ്രത്യക്ഷ കൃഷ്ണൻ തന്നെ. അവിടെ എന്ത് പറഞ്ഞില്ല? വിഷ്ണു തന്നെ എന്ന് പറഞ്ഞില്ല. ഈ ഭഗവാന്റെ ഭാഗവതം എടുത്തു വെച്ചാൽ ഓരോ സ്കന്ധങ്ങളായി മറിച്ച് പോകുമ്പോൾ അതിന് ഓരോ സ്കന്ധത്തിനും ഒരു ലക്ഷണം ഉണ്ട് കേട്ടോ. ദശമസ്കന്ധം എത്തുമ്പോൾ അതിൽ വരുന്ന കഥ മുഴുവൻ കൃഷ്ണൻ്റെ കഥയാണ്. കൃഷ്ണൻ്റെ പ്രത്യേകത എന്താ? കൃഷ്ണൻ ഏത് സമയത്തും ചിരിയായിരുന്നു. യുദ്ധക്കളത്തിൽ ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഇപ്പം ലോകം ആകെ ആശങ്കയിലാണ്. യുദ്ധക്കളത്തിൽ ആരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. പ്രസന്നത കൃഷ്ണൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനൻ കരയുന്ന പോലെയാ പറയുന്നത്, ന കാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗീർജീവിതേന വാ. ഹരേ കൃഷ്ണ, എനിക്ക് രാജ്യവും സ്വത്തും ഒന്നും വേണ്ട, വരൂ നമുക്ക് തിരിച്ചു പോവാന്ന്. ഭഗവാൻ അപ്പോഴും ചിരിച്ചു. ആദ്യത്തെ അധ്യായത്തിൽ 40-ലധികം ശ്ലോകം എല്ലാം ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുന്ന കൃഷ്ണൻ. അത് കഴിഞ്ഞാലോ പുഞ്ചിരി തൂകുന്ന കൃഷ്ണനിലപ്പുറം ഇത്രയും ഭാര്യമാരെ, അത്രയാ അഷ്ടലക്ഷ്മിമാരെ 8 എണ്ണം 16,000 അപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭാര്യമാരുടെ കൂടെ ഒരിക്കലെങ്കിലും പരാതി പറയാത്ത കൃഷ്ണൻ സന്തോഷത്തോടെ ജീവിച്ച, എങ്ങനെ ഗാർഹസ്ഥ്യം കൊണ്ടു നടക്കണം എന്ന് കാണിച്ച കൃഷ്ണൻ മരണം വരെ 125-ാമത്തെ വയസ്സിലാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. മരണം എന്ന് പറയാൻ പറ്റില്ല, അവതാരങ്ങൾക്ക് സ്വർഗാരോഹണമാണ് ചെയ്യുക. ഭഗവാൻ അവതരിക്കുക ചെയ്യുക, മനുഷ്യനെ ജനിക്കുന്നു മരിക്കുന്നു ഉള്ളൂ. ഇവിടെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ കർമ്മയോഗിയായി ജീവിച്ചു. മരണം വരെ കർമ്മം ചെയ്തു. അതെന്താ നമ്മളോട് പറയുന്നത്? നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യ. നമ്മുടെ ശത്രു ആരോഗ്യ, നമ്മുടെ ആലസ്യം തന്നെ നമ്മുടെ ശത്രു. മറ്റൊന്ന് അവിവേകം. വിവരം ഉണ്ടാവണമെങ്കിൽ എന്താ ഗീത പറയുന്നത്? ജ്ഞാനം വിജ്ഞാന സഹിതം. നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് അക്കാദമിക്ക് കൊടുക്കൂലേ, IAS വരെ എടുപ്പിക്കും. ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കില്ല. ആത്മീയത അറിഞ്ഞ് അനുഭവിച്ച് വളരുന്ന വ്യക്തിക്ക് മാത്രമേ എന്തുണ്ടാവൂ? വിജ്ഞാനം ഉണ്ടാകൂ. മറ്റത് അറിവ്, ജ്ഞാനം മാത്രമേ ഉണ്ടാവൂ. ഇവിടെ ഭാഗവതത്തില് കൃഷ്ണനെ കുറിച്ച് അങ്ങനെ വിശദീകരിച്ച് പറയാണ്. കൃഷ്ണൻ എന്തെല്ലാം കർമ്മങ്ങൾ കർമ്മയോഗിയായിക്കൊണ്ട് നിന്ന് ചെയ്തു എന്നുള്ളത് ദശമസ്കന്ധത്തിൽ. ഈ ദശമത്തിൽ കണ്ണൻ്റെ കളികൾ, കുഞ്ഞാവുമ്പോൾ പലർക്കും മോക്ഷം കൊടുക്കുന്നതൊക്കെ കാണാം. ഇങ്ങനെ ഭൂതനെ വധിച്ചു, അകാസുരനെ വധിച്ചു, അങ്ങനെ കുറേ ശകടാസുരനെ വധിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് പോലെയാണ്. പിന്നെ കുറച്ച് സമയം ഗോകുലത്തിൽ സുഖമായിട്ട് കഴിയാം. ഭഗവാൻ ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്. 2 കാരാഗ്രഹം അത്രേ. ഒന്ന് അമ്മയുടെ വയറ്റിനുള്ളിൽ, അവിടെ വെളിച്ചമില്ല, ആകെ കൂടെ ചൂടാണ്. അമ്മ എരിവും പുളിയും കൂട്ടിയ കുട്ടിക്ക് നീറാൻ തുടങ്ങും. 2ാമത് കംസൻ്റെ കാരാഗ്രഹം. ഇങ്ങനെയാണ്. ഇത്രയും പരീക്ഷണങ്ങൾ അനുഭവിച്ച മറ്റൊരവതാരം ഇല്ല. എന്നിട്ടും ചിരിച്ചുകൊണ്ടേയിരുന്നു. ശ്രീരാമചന്ദ്രൻ എപ്പോഴും ചിരിച്ചുവോ? രാമായണത്തിൽ കരഞ്ഞുകൊണ്ട് സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കലും കൃഷ്ണൻ കരഞ്ഞില്ല, ചിരിച്ചുകൊണ്ടിരുന്നു. ഈ ചിരിക്കുന്ന കൃഷ്ണൻ്റെ കഥ കുറച്ച് സമയം അങ്ങോട്ട് കഴിയുമ്പോൾ മാറിയിട്ട് പല കഥകളും അതിനിടയിൽ കയറും. ഇവിടെ 36-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിലെ അരിഷ്ടാസുരനെ വധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ആ പേരിനെ കുറിച്ച് ചിന്തിക്കണം. എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. അരിഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല മധുര. അരിഷ്ടാണ് എഴുതിയ ശരി, കഷായ അയ്യോ വേണ്ട, അങ്ങനെയാണ് ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇവിടെ
അരിഷ്ടം എന്ന് കേൾക്കുമ്പോൾ സന്തോഷം, പക്ഷേ അരിഷ്ടതകൾ എന്ന് കേട്ടാലോ അയ്യോ അത് വേണ്ട, വിഷമങ്ങളാണ്. അപ്പോൾ എന്തേ ഈ അസുരന് അങ്ങനെ ഒരു പേര് വന്നത്? വൃന്ദാവനത്തിലാണ് ഭഗവാൻ, ഗോകുലത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ. ഭഗവാൻ 11 വയസ്സ് ഉള്ളപ്പോഴാണ് ഈ അരിഷ്ടാസുരനെ വധിക്കുക. അപ്പം അതിനു മുമ്പാണ് ഗോപികാ ഗീതം വരുന്നത്, രാസക്രീഡ വരുന്നത്. ആനന്ദകരമായ രാസക്രീഡയും ഗോപീഗീതവും കഴിഞ്ഞിട്ടാണ് ഈ 36-ാമത്തെ അധ്യായം വരുന്നത്. അവിടെ അരിഷ്ടാസുരനോട് പറയാണ് കംസൻ, പോയി ഈ കണ്ണനെ വധിച്ചു വരുമെന്ന്. കാരണം ഒരു ദിവസം നാരദ മഹർഷി വന്നു. നാരദ മഹർഷി കംസൻ്റെ അരികിൽ അങ്ങനെ വന്നിട്ട് രാമകൃഷ്ണന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ബോധം അങ്ങനെ തോന്നുകയാണ്, ഈ കുട്ടികൾ തന്നെയാണോ ദേവകിയുടെ 8-ാമത്തെ അന്ന് ഒരു അശരീരി കേട്ടില്ലേ എന്ന്. അങ്ങനെ അരിഷ്ടാസുരനോട് പോയി ഈ രാമകൃഷ്ണന്മാരെ വധിക്കണം എന്ന് പറയുക. അങ്ങനെ അരിഷ്ടാസുരനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ തുടങ്ങുക. ആ നാരദ മഹർഷിയുടെ വരവ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നാരദ മഹർഷി എങ്ങനെ കയറി വരിക? നാരായണ നാരായണ ആ വീണാപാണിയായ സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നാരദ മഹർഷി കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ രാജാവല്ലേ സ്വീകരിച്ചിരുത്തി അർഘ്യപാദ്യങ്ങളൊക്കെ നൽകി. അതെന്താ, കുടിക്കാൻ ഇത്തിരി വെള്ളം, പഴങ്ങൾ ഒക്കെ നൽകി. എന്നിട്ട് സ്വീകരിച്ചിരുത്തി കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. ദേവർഷേ സുഖല്ലേ ഒക്കെ ചോദിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പറയാണ്, കംസ കുറെ കാലമായല്ലോ ഇങ്ങനെ ഒരു അശരീരിയൊക്കെ കേട്ടിട്ട്, വല്ല വിവരമുണ്ടോ? അപ്പോൾ ഇല്ല, കുറേ പേരെ ഞാൻ പറഞ്ഞയച്ചു പല സ്ഥലങ്ങളിലേക്ക്, അറിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു നാരദ മഹർഷി. രഹസ്യം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ. അപ്പോൾ രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഒന്നും കൂടി ഇങ്ങനെ നീങ്ങിയിരുന്നു, അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷി ഒന്നും കൂടി അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ കംസ, അന്ന് കൊന്നു കളഞ്ഞു എന്ന് വിചാരിച്ചില്ലേ കുറേ കുട്ടികളെ? അപ്പോൾ ദേവകിയുടെ കുട്ടികളെയല്ലേ, അതൊക്കെ ഞാൻ ശരിയാക്കി, 8 കാറ്റ് പോയി എന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം കാറ്റൊന്നും പോയില്ലാലോ. 8-ാമതൊരു പെൺകുട്ടി ആകാശത്തേക്ക് പോയിന്നും അത് പരാശക്തിയെ പോലെ അന്തകൻ ജനിച്ചു എന്നും പറഞ്ഞില്ലേ? അപ്പോൾ ഓർമ്മ വന്നു. അതെ ശരി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പെൺകുട്ടിയാ. ദേവകിയുടെ 8-ാമത്തെ പുത്രൻ വധിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് പുത്രിയല്ലേ, സാറില്ലാന്ന് വെച്ചു ഞാൻ. 7-ാമത്തെ കുട്ടി പിന്നെ എവിടെയാ പോയത്? 7-ാമത്തത് സ്രവിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. എന്നാ അതൊന്നും അങ്ങനെയല്ല. നാരദ മഹർഷി ചോദിക്കുക, ഈ 8-ാമത്തേന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണിയാലും 8 ആവാലോ? അത് ശരിയാ. അപ്പോൾ ആദ്യത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് വധിച്ചു കളഞ്ഞത്. ആദ്യം വെറുതെ വിട്ടിരുന്നു. ഒരു പണി ചെയ്യാം, ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഈ 8-ാമത്തെ കുട്ടി പെൺകുഞ്ഞായിരുന്നില്ല. ഞാൻ ദേവന്മാരുടെ കൂട്ടത്തിലുള്ള ആളാ, അതൊന്നും പറഞ്ഞു തരാൻ പാടില്ല. പക്ഷേ എല്ലാവർക്കും അവരുടെ ജീവനാ വലുത്. അങ്ങയുടെ ജീവൻ സംരക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. അത് അവിടെ വന്ന് കിടന്ന പെൺകുട്ടി യശോദയുടെ, നന്ദഗോപരുടെ കുട്ടിയായിരുന്നു, ഗോകുലത്തിലെ കുട്ടിയായിരുന്നു. ഇവർ പ്രസവിച്ചത് ആൺകുഞ്ഞ് തന്നെയാ, അതിനെ മാറ്റിക്കിടത്തിയതാന്ന് സ്വകാര്യത്തിൽ പറഞ്ഞു. ആ സമയത്ത് കംസൻ പറയുക, കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന ആ കുട്ടീനെ ഇങ്ങനെ മാറ്റിക്കിടത്താനാ? ആരാ മാറ്റിക്കിടത്തിയത്? വസുദേവർ. ആരാ? ഞങ്ങളുടെ അടുത്ത ഭാഷ പറഞ്ഞ സ്വന്തം അളിയൻ എന്ന് പറയും, പെങ്ങളെ ഭർത്താവ്, ദേവകിയുടെ ഭർത്താവ്. അപ്പോൾ പറഞ്ഞു ദേവർഷി, കംസ, അങ്ങ് കരുതുന്നത് പോലെയല്ല. ദേവന്മാർ മായാവികളാ, അവർക്ക് ഈ കൽത്തുറുങ്കൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് ദേവന്മാരുടെ സഹായത്തോടു കൂടി ആ കുഞ്ഞിനെ എന്ത് ചെയ്ത് കാണും? സ്ഥലം മാറ്റി കിടത്തി കാണും. മാത്രമല്ല ഈ
ഗോകുലത്തിലുള്ള നന്ദഗോപര് വസുദേവരുടെ ഉറ്റ ചങ്ങാതിയാണ്. അപ്പം അവർ തമ്മിൽ മാറിയതാവും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു പൊരി മനസ്സിലിട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും പറയാണ്, ഈ 7ാമത്തത് സ്രവിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഒരു ഗർഭം 3 മുതൽ 4 മാസത്തിനുള്ളിൽ അബോർഷൻ ആവുകയാണെങ്കിൽ അതിന് സ്രവിച്ചു പോയി എന്നാണ് പറയുക. 5 to 6 മാസത്തിനുള്ളിലാണെങ്കിലാണ് അത് അലസിപ്പോയി എന്ന് പറയാം. 7 മാസത്തിന് ശേഷമാണെങ്കിൽ പ്രസവം നടന്നു. പ്രസവം തന്നെയാണ് നടക്കാറ്. ചിലർ 7 മാസത്തിന് ശേഷം ജനിച്ച് സുഖമായി ജീവിക്കുന്നവരുണ്ട്, ഇൻക്യുബേറ്ററിലൊക്കെ കടന്നിട്ട്. ആ സ്രവിച്ചു പോയ കുട്ടി ആരുടേന്നറിയോ? രോഹിണിയുടെ കുട്ടിയാണ്. അതും ഗോകുലത്തിലുള്ളതാണ്. ഈ 2 കുട്ടികളും ഇപ്പോൾ എവിടെ കഴിയുന്നുണ്ട്? സുഖമായിട്ട് രാമകൃഷ്ണന്മാർ എന്ന പേരിൽ ഗോകുലത്തിൽ കഴിയുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കൂ. ഇത് കേട്ടതും എങ്കിൽ അവരെ വധിക്കണം എന്ന് തീരുമാനിച്ചു. വേഗം ഈ വാളുകൊണ്ട് എടുക്കുകയാണേ. എന്തിനാ വാളെടുത്തേന്നോ? ഇപ്പം പോയി കൊല്ലണം വസുദേവരെ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അയ്യയ്യോ, ഇതെന്നെ താങ്കളുടെ പ്രശ്നം. അന്ന് ദേവകിയെ കൊല്ലാൻ തുടങ്ങി. ദേവകി അങ്ങയുടെ പെങ്ങളല്ലേ, എന്തെങ്കിലും കാര്യമുണ്ടോ? അന്ന് മാറ്റിവെച്ചു. ഇപ്പൊ വസുദേവരെ കൊന്നാലും അങ്ങയുടെ അന്തകൻ എവിടെയുണ്ട്? വൃന്ദാവനത്തിലുണ്ട്. അതുകൊണ്ട് ഗോകുലത്തിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോണം. രാമകൃഷ്ണന്മാർ അവിടെ ഉണ്ട്. അങ്ങയുടെ അന്തകൻ അങ്ങയെ തേടി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അവരുടെ കഥ കഴിക്കാൻ എന്താന്ന് വെച്ച് ചെയ്തോളൂ, അല്ലാതെ ചാടിപ്പടഞ്ഞു പോയി വസുദേവരെ ഒന്നും കൊല്ലണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. ശരി, നാരായണ നാരായണ. മഹർഷി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ ഓരോരുത്തരെയായി വിളിച്ച് പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെ അരിഷ്ടാസുരനെ പറഞ്ഞയച്ച് അരിഷ്ടാസുരൻ അവിടെ വന്നു. ആ അരിഷ്ടാസുരന്റെ ഗോകുലത്തിലേക്കുള്ള രംഗപ്രവേശം ആദ്യത്തെ ശ്ലോകത്തില് 36ാമത്തെ അധ്യായത്തിൽ പറയാണ്. ഇങ്ങനെ അരിഷ്ടാസുരൻ വരുന്നേന്നോ വലിയൊരു കാളയുടെ രൂപത്തിലാണ്. ഇവരെല്ലാവരും വൃഷ്ണികളാ. അവർക്കെല്ലാം വിഷ്ണുവിനോടാ താല്പര്യം. അപ്പോൾ വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞ ആരാധ്യ ദേവന്മാരാ. ശിവന്റെ വാഹനാണ് കാള. അപ്പോൾ ഈ കാളയുടെ രൂപത്തിൽ വന്ന ബഹുമാനിക്കും എന്ന് കരുതി. പക്ഷെ അസുരനല്ലേ. ആ കാള വന്നിട്ട് ഓടി അങ്ങോട്ട് കയറുകയാണ് ഗോകുലത്തിലേക്ക്. വലിയൊരു പൂഞ്ഞുണ്ട്. ആ പൂഞ്ഞ് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കാളയല്ലേ, മേഘങ്ങളോട് മുട്ടി നിൽക്കുന്നത് പോലെ തോന്നുക. മാത്രമല്ല വരവുണ്ടല്ലോ, കാളയുടെ ആ ഒരു ശാന്തതയൊന്നും ഇല്ല. ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അസുരനല്ലേ, ആസുര സ്വഭാവമല്ലേ. കുളമ്പുകൾ കൊണ്ട് ഭൂമിയെ ഇങ്ങനെ മാന്തി പറിച്ച് പൊടി പറക്കുന്നുണ്ട്. വാലങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുകയാണ് ഈ മേഘങ്ങളിൽ മുട്ടുന്നത് പോലെ. മാത്രമല്ല കൊമ്പ് കുലുക്കി കണ്ണൊക്കെ ചോരച്ച് ഉരുട്ടി മെഴിച്ച് അങ്ങനെ ഭൂമിയിലൂടെ ഓടുക. ഭൂമി ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭാഗവതത്തിൽ ഓരോ ശ്ലോകത്തിലും ഒരു തത്വമുണ്ട്. കഥ മാത്രമല്ല, കഥയുടെ ഒപ്പം തത്വം കൂടി മനസ്സിലാക്കണം. ഈ കാളയുടെ വരവ് ഭൂമിയെ വേദനിപ്പിക്കുന്നുണ്ട്. ഭൂമി ദേവിയാണ്. ഭൂമിയെ അനാവശ്യമായിട്ട് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. സന്ധ്യാസമയത്ത് ആയുധെടുത്ത് കിളക്കരുത് എന്ന് മുത്തശ്ശി അതുകൊണ്ടാണ് പറയുന്നത്. ആയുധെടുത്ത് കിളക്കണം കൃഷി ഉണ്ടാക്കണമെങ്കിൽ, അത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ അനാവശ്യമായിട്ടാണ് ഈ കാള ഭൂമിയെ കുളമ്പ് കൊണ്ട് മാന്തി മണ്ണ് പറപ്പിക്കുന്നത്. ഇനി ഉരുട്ടി മെഴിച്ച കണ്ണ് എന്ന് പറയുമ്പോൾ അത് ചോര കളറായി. ഇമ വെട്ടാതെ ഈ കണ്ണ് ഉരുട്ടി കണ്ടപ്പോൾ ഗോപികമാർക്ക് പേടിയായി. ഇതിൻ്റെ ഓട്ടം കണ്ടപ്പോൾ ഗോപബാലന്മാർക്ക് പേടിയായി. അവരൊക്കെ ഓടാൻ തുടങ്ങി, ഞങ്ങളുടെ നേരെ വരുമോ, ഞങ്ങളുടെ നേരെ വരുമോ. അതേസമയം ഇതിങ്ങനെ മുക്രയിടുന്നുണ്ട്. വലിയ ശബ്ദം. അസുരനല്ലേ. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് ഒരാളുടെ അടുത്ത് കണ്ണുരുട്ടി സംസാരിക്കരുത്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. മറ്റൊന്ന്, ഈ മുക്രയിടുമ്പോൾ ശബ്ദമാണ്. എന്താ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ശബ്ദം? നാമജപത്തിന് മാത്രം. അവിടെ ആരായിരിക്കുന്നത്? ശ്രീ പരമേശ്വരിയ. അനാവശ്യമായ സംസാരം വേണ്ട. ഇവിടെ മുക്രയിട്ടിട്ട് ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കി, അതൊരു തെറ്റ്. നമുക്കുള്ള പാടാണത്. ഭൂമിയെ വേദനിപ്പിക്കരുത്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോൾ ഗോപബാലന്മാർ പേടിച്ചോടുക. ഗോപബാലന്മാർ നമ്മുടെ ഉടമയാണ് ഓടുന്നത്. പശുവിൻ്റെ ഉടമ ഓടി ആരും ഓടും? പശു ഓടും. ആനയുടെ ഉടമ ഓടിയ ആന ഓടും. പശുക്കൾ ഒന്നിച്ച് അങ്ങോട്ട് ഓടാൻ തുടങ്ങി.
ഈ സമയത്ത് എല്ലാവർക്കും പേടിയായി. ഗോപബാലന്മാർ ഓടുന്നു, ഗോപികമാരൊക്കെ പേടിച്ച് മാറി തുറിച്ച് കണ്ണുകളോടുകൂടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഗോകുലം മുഴുവൻ ഇപ്പം മുടിക്കും ഒക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. ആ സമയത്ത് കൃഷ്ണൻ്റെ രംഗപ്രവേശം. ഇപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കാണാം. കൃഷ്ണൻ എങ്ങനെയാ ഇവിടേക്ക് പ്രവേശിച്ച്? കൃഷ്ണൻ എങ്ങോട്ടോ പോയതാ ബലരാമനോടൊപ്പം. ഗോകുലത്തിലേക്ക് കയറി വരുമ്പോൾ ദേവർഷികൾ, ദേവന്മാര് ദുന്ദുബി നാദം കൊട്ടുന്നുണ്ട്, ഘോഷം മുഴക്കുന്നുണ്ട്. ഭഗവാനിലെ വരുന്ന ദേവന്മാർക്ക് അറിയാലോ. ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് സന്തോഷവാനായി ആ ഗോകുലത്തിലേക്ക് പതുക്കെ പതുക്കെ മന്ദമന്ദം എന്ന് പറയില്ലേ, നടന്ന് കയറി വരിക. അതാണ് പോസിറ്റിവിറ്റി. ചിരിക്കുന്ന ഒരു മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷം. ക്രൂരമായ ഒരു മുഖം, ദുർവാസാവിനെ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനേ തോന്നില്ല അല്ലേ. അയ്യോ ആ മുഖം കാണാൻ വയ്യ, അങ്ങോട്ട് കയറണ്ട പറയും ചില വീട്ടിലേക്ക് കുട്ടികൾ. കാരണം എപ്പോൾ നോക്കിയാലും സീരിയസാ, ഒന്നും ചിരിക്കില്ല. നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കാശ് ചെലവാവാതെ കഴിയുന്നുണ്ടെങ്കിൽ അത് ചിരി കൊണ്ട് മാത്രം. അതാണ് കൃഷ്ണൻ്റെ പുഞ്ചിരി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ? പുഞ്ചിരിച്ചു കൊണ്ട് സംസാരിക്കൂ. ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയും കൂടും എന്നാ പറയാ. ക്യാമറാമാൻ എന്താ പറയുക, ഒന്ന് ചിരിക്കൂ, സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറയൂലേ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ രംഗാണ് കാണുന്നത്. ഗോപബാലന്മാരും ഗോക്കളും ഒക്കെ ഓടി ഓടി പോവുക. പിറകെ വലിയ ഒരു കൂറ്റനായിട്ടുള്ള കാളി. കാള മദം പൊട്ടിയ ആന കാണിക്കും പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ചേട്ടയ്ക്ക് ഇങ്ങനെ ചാടുകയാണ് അത്ര ഭൂമിയിൽ നിന്നിട്ടേ. അപ്പം പൊടി ഇങ്ങനെ പറന്നിട്ടേ ചിലർക്കൊന്നും കണ്ണ് കാണാനില്ല. അതിനിടയിൽ നിന്ന് ആ സുന്ദരമായ കൃഷ്ണരൂപം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആകർഷണം ഉള്ളവെന്ന. ആ ആകർഷണ ഭാവം ഭഗവാന്റെ ചിരി കണ്ടപ്പോൾ എല്ലാവരും ഭഗവാനെ നോക്കി ഈ ദുഷ്ടരൂപത്തെ നോക്കലും മാറ്റി. ഗോപികമാർ നോക്കുന്നുണ്ട്. ചില ഗോപബാലന്മാർ ഓടി ക്ഷീണിച്ച് ഒരു ഭാഗത്ത് കയറി നിൽക്കുന്നുണ്ട്. ആ ഗോപബാലന്മാർ ഓടി വന്നിട്ട് കൃഷ്ണനോട് പറ, ഹേ കൃഷ്ണ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളെ രക്ഷിക്കാൻ തന്നെ ഞാൻ ഇപ്പോൾ വന്നിരിക്കണേ. ഭഗവാൻ ആകെ അവതരിച്ചിട്ട് എന്താ? സാധുക്കളെ സംരക്ഷിക്കാനാ. ഗീത പറയുന്നുണ്ടത്. അധർമ്മം കൂടുമ്പോൾ ഞാനിവിടെ വീണ്ടും അവതരിക്കുന്നു. ശ്ലോകമൊന്നും പറയുന്നില്ല, വേഗം നിർത്തണം. ഇനി ഇങ്ങനെ നോക്കി വീണ്ടും നോക്കിയപ്പോൾ ഇവരൊക്കെ ഓടുകയാണ്. ഈ കാളക്കൂറ്റന് മനസ്സിലായി, അസുരനല്ലേ, മതം പൊട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ തുറിച്ച ഒരു നോട്ടം കണ്ടപ്പോൾ അവൻ അവിടെ ഒന്നങ്ങോട്ട് സ്റ്റക്കായി നിന്നു. ഭഗവാനെ നോക്കി. അതാണല്ലോ ലക്ഷ്യം, ഭഗവാനെ കൊല്ലാനല്ലേ പറഞ്ഞിരിക്കണേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ പറയാണ്, എടോ ദുഷ്ട, എടോ മൂഢ, നീ എന്താണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? നീ ഈ പശുക്കളെയും ഗോപബാലന്മാരെയും ഇട്ട് ഓടിച്ചിട്ട് എന്ത് ഗുണം നിനക്ക് കിട്ടുക? എൻ്റെ അടുത്തേക്ക് വാന്ന്. അപ്പോഴും ഇതിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അസുരനല്ലേ, എങ്ങനെയാ ഭഗവാനെ തഞ്ചത്തിലിട്ട് പിടിക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഭഗവാൻ വിളിച്ചിട്ടും വീണ്ടും വരുന്നില്ല. വീണ്ടും ഭഗവാൻ എന്ത് ചെയ്യാന്നറിയോ? കൈ ഇങ്ങനെ കൊട്ടി 2-3 പ്രാവശ്യം കൈ കൊട്ടിയിട്ട് വീണ്ടും ഇതേ കാര്യം പറഞ്ഞു. വാ, എൻ്റെ അടുത്തേക്ക് വാ, നിനക്ക് എന്നെയല്ലേ ആവശ്യം. ആ പാവം പിടിച്ച ഗോപബാലന്മാരെയും പശുക്കളെയും വെറുതെ വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ പിന്നിപ്പോൾ നിവൃത്തിയൊന്നുമില്ല. പറഞ്ഞയച്ചിരിക്കുന്നത് എന്തിനാ? കൃഷ്ണനെ കൊല്ലാനാ. കുതിച്ച് ആ കുളമ്പ് കൊണ്ട് മണ്ണൊക്കെ വീണ്ടും പരത്തി ചാണകവും മൂത്രമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഓടി വരികയാണ് നേരെ കൃഷ്ണൻ്റെ അടുത്തേക്ക്. ഓടി വന്ന് കൃഷ്ണൻ്റെ മുൻഭാഗല്ലേ, കൃഷ്ണൻ എന്ത് ചെയ്തു എന്നോ, ആ കൊമ്പിൽ അങ്ങോട്ട് പിടിച്ചു. കൊമ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി ഒറ്റ ഏറ. എത്ര അടി പിറകിൽ പോയിന്നോ? 18 അടി ആ വന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് മാറി വീണു. ഈ വലിയ രാക്ഷസ രൂപം ഉള്ള ഈ മദം പൊട്ടി ഓടി വരുന്ന കാളക്കൂറ്റൻ അരിഷ്ടാസുരൻ. ഈ കാളയുടെ രൂപം കൊണ്ട് വൃഷഭാസുരൻ എന്നും പറയും. പക്ഷെ നമ്മളിപ്പോൾ എന്താ വിചാരിക്കുക? വീഴ്ചയിൽ കഴിഞ്ഞു പോയി എന്നല്ലേ. മരണം അങ്ങനെയൊന്നും നമ്മളെ അനുഗ്രഹിക്കില്ല. നമ്മളുടെ കർമ്മഫലം തീരോളം ഈ ജീവൻ ഇതിലുണ്ടാവും. ചില അമ്മമാർ വിളിച്ചിട്ടേ ഫോണിൽ വിളിച്ചിട്ട് പറയും, ടീച്ചറെ ഒരു സുഖവും സമാധാനവും ഇല്ലേ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആ സമയത്ത് ഞാൻ പറയും,
മരണം പരിഹാരമല്ല. ചില ചെറുപ്പക്കാർ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നുക, അപ്പോൾ ഒന്ന് വിളിച്ചതാ. ആ വക്കത്ത് ഇങ്ങനെ നിന്നിട്ടാ കുറച്ച് നേരം 1 മണിക്കൂർ അവരോട് സംസാരിച്ചാൽ മതി അവരുടെ ആ ആത്മഹത്യ ഒക്കെ പിന്നാക്കം പോകാൻ. അത്ര ഒരു നിമിഷത്തെ ഇതാണ്, മനസ്സിൻ്റെ ഒരു വ്യാപാരമാണ് ഈ മരണം, സ്വയം ചെയ്യുന്ന ആത്മഹത്യ എന്ന് പറയുന്നത്. മരണം അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളെ അനുഗ്രഹിക്കില്ല. നമ്മൾ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളുടെയും ഫലം നമ്മൾ അനുഭവിക്കണം. പ്രാരാബ്ധം തീരുന്നത് വരെ നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കും. ജ്ഞാനപ്പാൻ എന്താ പറയുന്നത്? വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരെടുത്ത്. നമുക്ക് വിധിച്ച എല്ലാ കർമ്മം, പാപകർമ്മം, പ്രാരബ്ധം തീരണം. ആ അരിഷ്ടാസുരൻ്റെ പാപം ദുരിതം തീരാത്തത് കൊണ്ട് അവിടെ നിന്ന് പൊട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ ആ വീഴ്ചയിൽ നല്ല വേദനയായി, നല്ല വേദന. 18 അടി പറകിലേക്ക്. 18ൻ്റെ മഹത്വം എന്താ? ഇവിടെ അയ്യപ്പ ക്ഷേത്രം കണ്ടു അല്ലേ? 18 എന്ന് പറഞ്ഞാൽ ആദ്യം ഓടി വരും ഹൈന്ദവൻ്റെ മനസ്സിൽ 18-ാം പടിയേ ശരണമയ്യപ്പ. 18 അയ്യപ്പ സ്വാമിക്ക് 18 തൃപ്പടികൾ. ഇതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും അങ്ങനെ ചേർത്ത് പറയുന്നതാണ്. ഇനി 18 പർവ്വങ്ങൾ ചേർന്നത് മഹാഭാരതം. മഹാഭാരതം പഞ്ചമവേദം എന്നാണ് അറിയപ്പെടുന്നത്. ഹൈന്ദവൻ ആത്മീയതയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം വായിക്കേണ്ടുന്ന ഗ്രന്ഥം മഹാഭാരതം. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്ന ആ ഗ്രന്ഥം എടുത്ത് തുറന്നു വെച്ചാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, വ്യാസ ഭഗവാൻ തന്നതല്ലാതെ ഒന്നും നമുക്കില്ല. ചിലരെന്നോട് പറയും, എനിക്ക് പ്രഭാഷണമൊക്കെ നടത്താൻ വലിയ താല്പര്യമാണ്, പക്ഷേ ഞാൻ ഇന്ന കുലത്തിലാ, എനിക്കിത് പറ്റുമോ ടീച്ചറെ? വ്യാസൻ ഏത് കുലത്തിലാ? വ്യാസൻ മുക്കുവ സ്ത്രീയുടെ വയറ്റിലുണ്ടായ കുട്ടിയാ. അപ്പൊ മുക്കുവനല്ലേ, അല്ലാതെ ബ്രാഹ്മണനൊന്നുമല്ല. കൃഷ്ണൻ എന്താ? യാദവ വംശ. ഇപ്പൊ നമ്മൾ പറയില്ലേ താഴ്ന്ന ജാതിന്ന്, അതാണ് അന്നത്തെ യാദവ വംശം. ഇനി ശ്രീരാമചന്ദ്രൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, ഈ ജഗത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ടോ ഹൈന്ദവന് അതെല്ലാം വ്യാസഭഗവാൻ തന്നതാ, ആ മുക്കുവ സ്ത്രീയുടെ മകൻ തന്നതാ. അപ്പം നമുക്കതിന് അധികാരം ഇല്ലേ? ധൈര്യമായിട്ട് പ്രഭാഷണം ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ. ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ബ്രാഹ്മണൻ ആരാ? ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനേനയേവ ബ്രാഹ്മണ. ബ്രഹ്മത്തെക്കുറിച്ച്, അതായത് ഭഗവാനെ കുറിച്ച്, ആ തത്വത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ ബ്രാഹ്മണനാ. അല്ലാതെ പൂണൂലിട്ട് വെച്ചിട്ടൊന്നും ബ്രാഹ്മണനാവില്ല. എങ്ങനെ വേണം? അറിവ് കൊണ്ട് ആ ആത്മാനുഭൂതി അങ്ങനെ അനുഭവിക്കണം. ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുണ്ടലിനി ശക്തി ഉയർന്ന് 6 ആധാര ചക്രങ്ങളിലൂടെ ഉയർന്ന് ഈ സഹസ്രാര പത്മത്തിലെത്തി നമ്മൾ ആ ജീവന്റെ ഉയർച്ചയെ അനുഭവിച്ചറിയുമ്പോൾ, ധ്യാനത്തിൽ ഇരുന്ന് ഒരു വ്യക്തിയുടെ പ്രശ്നം പറയുമ്പോൾ വിഷമിക്കേണ്ട, ഇങ്ങനെ വരും, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞത് സത്യമായി മാറുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഉപാസന, ആ ഉപാസന, സന്ധ്യാവന്ദനം, വേദജപം, നമ്മുടെ പുണ്യം ആ പാവം പിടിച്ച മനുഷ്യനിലേക്ക് എത്താൻ ഭഗവാൻ അനുഗ്രഹിച്ചാൽ അപ്പോൾ നമ്മൾ ബ്രാഹ്മണനായി എന്നാ പറയുന്നത്. ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് തന്ന ഈ ലോകത്തിൽ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോയട്രി എന്നും എക്കാലത്തും അത് മഹാഭാരതം തന്നെയാണ്. ഹൈന്ദവൻ അഭിമാനിക്കാം. ചോദ്യപേപ്പറിൽ ഇന്ത്യയുടെ 2 ഇതിഹാസങ്ങൾ ഏവാന്ന് ചോദിച്ച സർവമതസ്ഥിലുള്ള കുട്ടികൾ എന്താ എഴുതി വെക്കണേ? രാമായണം ആൻഡ് മഹാഭാരതം, അല്ലാതെ വേറൊന്നും എഴുതുന്നില്ല. അപ്പോൾ അത് ഇത് ഇഹ ആസീത്, ഇത് ഇവിടെ സംഭവിച്ചതാണ് എന്ന് തന്നെ അടിയുറച്ച് പറയാ. ഹരിയാന, കുരുക്ഷേത്ര ഭൂമി, ഇന്ദ്രപ്രസ്ഥം, ഡൽഹി, ഉത്തർപ്രദേശ്, ഹസ്തിനപുരം, ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് അഭിമാനം തോന്നണം. നമ്മുടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ, കേൾക്കുമ്പോൾ, പഠിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അതായിരിക്കണം ഹൈന്ദവൻ. ഇവിടെ 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിനുള്ളിൽ വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും ഒളിഞ്ഞിരിക്കുക. ഈ ഭഗവത്ഗീതയ്ക്കും 18 അധ്യായങ്ങളിലായിട്ട് അങ്ങനെ വിസ്തരിച്ച് 701, ഇപ്പോൾ വരുന്നൊക്കെ ഒന്നുകൂടി കട്ട് ചെയ്തു, 700ആയി. എന്താ? ദേവി മഹാത്മ്യത്തിലും 700, ദുർഗാ സപ്തശതി ചണ്ഡി എന്നറിയപ്പെടുന്ന ഗീതയ്ക്ക് തുല്യം എന്നാ പറയുന്നത്. 18 അക്ഷൗഹിണിപ്പട, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, ഇങ്ങനെ ഓരോന്നും 18ൽ വന്ന് നിൽക്കുക. ഓരോ സംഖ്യകൾക്കും ഭഗവാൻ ജനിച്ചത് എത്രാമത്തെ കുട്ടിയായിട്ടാ? 8 അല്ലേ? ഭഗവാന് ദേവകിയുടെ അഷ്ടമഗർഭത്തിലാണ്.
ഈ 8 ജനിച്ചവർക്കൊക്കെ എന്നും കഷ്ടപ്പാടാവുത്രേ. എന്താ കാരണം എന്നറിയോ? ആ ഒരു 8ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഭഗവാൻ 8ാമത് ജനിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ, ശാസ്ത്രം കണ്ണാണ് എന്നല്ലേ പറയണത്, ജ്യോതിശാസ്ത്രം. വേദം പഠിക്കുമ്പോൾ മനസ്സിലാവും, വേദാംഗങ്ങൾ പറയുമ്പോൾ. ഇതിൽ 8 ഈ വാരി വെച്ച് നോക്കുന്ന ഒരു പണിക്കരും നല്ലതാ പറയില്ല. എന്താ അങ്ങനെ വാരി വെച്ചിട്ട് പറയാ? അഷ്ടമം എന്ന് പറഞ്ഞാൽ 8. അഷ്ടമത്തിലെ ചൊവ്വ അല്ലെ, അങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ പറയും. 8ന്റെ ദോഷം തീർക്കാനാണത്രേ ഭഗവാൻ 8ാമത്തെ കുട്ടിയായിട്ട് 9ാമത്തെ അവതാരമായിട്ട് ജനിച്ചത്. 8ന്റെ ദോഷം തീർക്കാനാണത്രേ ശ്രീഭദ്ര 8 കൈകളോടുകൂടി ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ 8ന്റെ ദോഷം തീർക്കാൻ. അങ്ങനെ ഓരോ സംഖ്യകൾക്കും തത്വങ്ങളുണ്ട് കേട്ടോ. 3 അല്ലേ? ഇവിടെ ഒന്നായിട്ട് പ്രദക്ഷിണ വയ്ക്കാറ്. മിക്ക ഹിന്ദുക്കളും എല്ലാ ക്ഷേത്രത്തിലും പോയാൽ 3 പ്രദക്ഷിണ വയ്ക്കുക. പക്ഷേ ശ്രീ ഭഗവതിക്കും വിഷ്ണുവിനും 4 പ്രദക്ഷിണം വെക്കണം എന്നാണ്. പക്ഷെ അകത്ത് 3 വെച്ച് പുറത്തുകൂടെ 1 വെച്ചാലും മതി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശരീരം തന്നെ. നമ്മളെന്തിനാ ചെരുപ്പ് പുറത്ത് വെക്കണേ? ആ ഗോപുരം ഭഗവതിയുടെ പാദങ്ങളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ചളിയൊന്നും ആയ ചെരുപ്പ് ചവിട്ടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് ശുദ്ധമായിട്ട് പ്രവേശിക്കണം. അത് കഴിഞ്ഞ് വന്നാൽ ഈ നടപ്പാത ദേവി ഇങ്ങനെ മലന്ന് കിടന്നാൽ ആ കാലുകളാണ് തൊട മുതൽ ഇങ്ങോട്ട് താഴെ കണങ്കാല് വരെ. അതുകൊണ്ടാണ് പ്രദക്ഷിണം പതേ പതേ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ കണ്ടോ ഭൂതബലി, അവിടെ ബലിക്കല്ലിൽ നേദ്യം തൂവിയിരുന്നില്ലേ? ഞാൻ കയറി വന്നപ്പോൾ രാവിലെയും ശിവേലി തൊഴാൻ പറ്റി, സന്ധ്യയ്ക്കും. രാവിലെ വന്ന് തൊഴുതതിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളി വന്നു. സന്ധ്യയാകുമ്പോൾ കയറി വരുമ്പോൾ, തൊഴാൻ വരുമ്പോൾ ശ്രീ ഭഗവതി ഇങ്ങോട്ട് വരിക. അതിലും വലിയൊരു പുണ്യം എന്താ? ആ തിടമ്പേറി എൻ്റെ ഒരു ഭക്ത, അവരുടെ കൂടെ അവരെ വിശ്വസിച്ച് വന്ന 4-5 പേര് തിരുമേനിമാരൊക്കെ ഉണ്ട് അതിൽ. അവർക്ക് വേണ്ടി ശ്രീ ഭഗവതി ഇങ്ങോട്ട് വന്ന പോലെ തോന്നി. തൃക്കാക്കര അമ്പലത്തിൽ ഒരു പ്രഭാഷണം വെച്ചു. അവിടെ ചെന്നപ്പോൾ ശിവേലിക്ക് അടച്ചു. 11 മണിക്ക് അടയ്ക്കും എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ 11:05 ഒക്കെ ആയിട്ട് അവിടെ എത്തുന്നത്. അന്ന് ശിവേലി വൈകി. ആർക്ക് വേണ്ടി വൈകി? കുറച്ച് ഭക്തന്മാർ മലപ്പുറത്തുനിന്ന് സത്സംഗം ഗ്രൂപ്പിന് വേണ്ടി വൈകി. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാൻ അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് നടയിൽ കൂടെ കയറുന്നത്. ശിവേലി ഇങ്ങനെ പടിഞ്ഞാറെ നടക്കി എത്തുക. ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഭഗവാൻ എന്താ ശിവേലി പറഞ്ഞ? ബലിക്കല്ല് കണ്ടില്ലേ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ? ശ്രീ ഭഗവതിക്ക് ഒരുപാട് ഭൂതഗണങ്ങളുണ്ട്, പരമേശ്വരനൊക്കെ ഉണ്ടല്ലോ. ഈ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ് ശ്രീ ഭൂതബലി എന്ന് പറയുന്നത്, ശിവേലി എന്ന് പറയും നമ്മൾ. അത് കാണാൻ വേണ്ടിയിട്ട് മഹാക്ഷേത്രങ്ങളിലൊക്കെ ആനപ്പുറത്താ ഭഗവതി എഴുന്നള്ളി വരിക. ഇവിടെ ആ തിരുമേനിക്കുട്ടറെ കയ്യിൽ എത്ര ബഹുമാനത്തോടു കൂടി അത് പിടിച്ചിരിക്കുന്നത്. ഇവിടെ സുന്ദരമായിട്ട് തുളസിക്കതിര് നടക്കുമ്പോഴും നിങ്ങൾ ഓരോ ഭക്തജനങ്ങളും എഴുന്നേറ്റ് ബഹുമാന പുരസ്സരം തൊഴുതില്ലേ? അതിലും വലിയൊരു അനുഗ്രഹം എന്താ വേണ്ടേ? കയറി വരുമ്പോൾ ആര് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്നത് പോലെ തോന്നി. നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല, ആരുടെയും ഒന്നും പ്രതീക്ഷിച്ചില്ല, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും ഇല്ല. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. പിന്നെ എപ്പോഴും ചിരിക്കാൻ കഴിയും. നമ്മൾക്ക് പ്രതീക്ഷകൾ, നമ്മളെല്ലാം പ്രതീക്ഷകളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിഷമങ്ങൾ. ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാ. പക്ഷേ ഉദാഹരണം, പാർട്ടീഷൻ കഴിഞ്ഞു, അനുജത്തിക്ക് 8 സെൻറ്റ്, ഇവന് 7 സെൻറ്റ്. അപ്പം ആർക്കാ സന്തോഷം? അനുജത്തിക്ക്. കമ്പയർ ചെയ്യുമ്പോഴാണ് അവന് ദുഃഖം, ഇവൾക്ക് സന്തോഷം. ഒരേ കാര്യമാണ് പാർട്ടീഷൻ അവിടെ കഴിഞ്ഞത്. ഒരാൾക്ക് സന്തോഷം കിട്ടിയത് എന്താ? അവൾക്ക് ആഗ്രഹം കൂടുതൽ കിട്ടണം, അവളുടെ ആഗ്രഹം സാധിച്ചു. ഇവിടെ എന്താ? അയ്യോ എനിക്ക് ഈക്വൽ കിട്ടിയാൽ മതിയായിരുന്നു, കുറഞ്ഞു പോയി. ഇവന് ദുഃഖം. ഒരേ കാര്യത്തിൽ ഒരാൾക്ക് ദുഃഖവും ഒരാൾക്ക് സന്തോഷവും വന്നു. ഇനി നമ്പറുകൾ പറഞ്ഞു പോയാൽ അങ്ങനെ പറയും. ഇങ്ങനെ 18 അടി പിറകിലേക്ക് അങ്ങോട്ട് പോയിട്ട് വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മേലൊക്കെ ആകെ ഒടിഞ്ഞു നുറുങ്ങി. എങ്കിലും ആ കാളക്കൂറ്റൻ അവനവനെ പറഞ്ഞയച്ച ഉടമസ്ഥനെ ഓർക്കൂലോ. ആരുടെ ചോറ ഉണ്ണണേച്ചാൽ അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുക. വീണ്ടും പാഞ്ഞടുത്ത് വരികയാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഇത് നമുക്ക് പറയുന്ന തത്വം എന്താണെന്നറിയോ? നമ്മളൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിക്കും പല കാര്യങ്ങളിലും. ചിലർ ഒരുപാട് ഉയരും. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പറയും പോലെ. പക്ഷേ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. പൊത്തോന്ന് താഴത്തേക്ക് വീഴും. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ശരിയായി വരണമെങ്കിൽ വളരെ പാടാ അല്ലേ? പലരും ബിസിനസ്സൊക്കെ പൊളിഞ്ഞിട്ട് താഴത്തേക്ക് വന്നിട്ട് പിന്നെ ഒന്നുമില്ലാതെ ആയിട്ട് കെട്ടിപ്പൊന്തിച്ച് വരുന്നുണ്ട്. ഇത് നമ്മളെ കാണിക്കുക. ഇതവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി ഇങ്ങോട്ട് വന്നു.
ഇത്തവണ എന്തായാലും ഭഗവാനെ കുത്തി മലർത്തണം. ആദ്യം ഓടി വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഭൂമി ഇളക്കുന്ന കൂട്ടത്തിൽ ഈ കൊമ്പുകളെ കൊണ്ടൊരു മതിലിനിട്ട് കുത്തി അതിനെ മറിച്ചിട്ടിരുന്നു. അതുപോലെ കുത്താന്ന് വിചാരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഭഗവാൻ ആ കൊമ്പിലിങ്ങോട്ട് പിടിച്ചു. ഇത്തവണ ചുഴറ്റി എറിഞ്ഞതൊന്നും ഇല്ല. ഒരു അലക്കുകാരൻ ഒരു കമ്പിളി പുതപ്പ് തിരുമ്പാൻ കൊടുത്താൽ എന്താ ചെയ്യുക? അലക്കാൻ അതിനെ ചുരുട്ടി പിടിച്ച് 4 അലക്ക് കല്ലിലിട്ട് അങ്ങോട്ട് അലക്കും. എന്നിട്ട് അത് ഒന്ന് ഒലിമ്പി എടുത്തിട്ടൊരു പിഴിയലുണ്ടല്ലേ, വലിയ പുതപ്പ് പിഴിയ എങ്ങനെയാ കമ്പിളി പുതപ്പ്, അതുപോലെ ഒരു കല്ലിലിട്ട് ഒരടി കൊടുത്തിട്ട് താഴെ വെച്ചു, ഇങ്ങനെ ഉയർത്തി വെച്ച് കാലുകൊണ്ട് അവനെ ചവിട്ടി പിടിച്ച് തലയുടെ ഭാഗം പിടിച്ച് പിഴിയുന്ന പോലെ, കമ്പിളി പുതപ്പ് പിഴിയുന്നത് പോലെ ചുരുട്ടുമ്പോൾ കമ്പിളിയിൽ നിന്ന് എന്താ പുറത്ത് വരിക? വെള്ളം വരും. ഇവിടെ എന്താ വരിക? ഒരു ശരീര ചോര, ഓരോ രോമകൂപങ്ങളിൽ നിന്നും ചോര പൊടിഞ്ഞ് താഴേക്ക് ഒഴുകി. നല്ല വേദന, പ്രാണവേദന സഹിക്കാൻ വയ്യ. കുറച്ച് സമയം അനുഭവിക്കട്ടെ വെച്ചിട്ടുണ്ടെ ഭഗവാൻ അതിങ്ങനെ മുറുക്കി കൊണ്ടുവന്നു. സ്ക്രൂ ഇങ്ങനെ മുറുക്കും തോറും നമ്മൾ എന്താ ചെയ്യുക? അടുപ്പം കൂടും. അവൻ ഭഗവാനോട് അടുത്ത് വരണ്ടേ? ഭഗവാന്റെ കൈ കൊണ്ടല്ലേ മോക്ഷം കിട്ടുന്നത്. അങ്ങനെ ചെയ്തിട്ട് അരിശം തീരണില്ല. ഭഗവാൻ അങ്ങനെ തിരിച്ച് അവസാനം സ്ക്രൂ ഊരി എന്ത് പോന്നു? ആ കൊമ്പ് രണ്ടും കയ്യിലും ഇങ്ങോട്ട് പോന്നു. ആ കൊമ്പ് യമദണ്ഡ് പോലെ ഉപയോഗിച്ചിട്ട് മണ്ടക്കിട്ടൊരടി അങ്ങോട്ട് കൊടുക്കുക. ചോര ഛർദിച്ച് ആകെ ബോധം പോകുന്ന പോലെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുണ്ട് മറിയാൻ തുടങ്ങി. പ്രാണവേദന കൊണ്ട് അങ്ങനെ പുളയാണ് ഈ അരിഷ്ടാസുരൻ. അങ്ങനെ ഭഗവാൻ അരിഷ്ടാസുരൻ്റെ കഥ കഴിച്ചു. രക്ഷയില്ല ഇതുകൊണ്ടൊന്നും. ഈ സമയത്ത് കംസന് മനസ്സിലാവുക തിരിച്ചു വരുന്നില്ല, ഇതിനു മുമ്പ് പോയവരുടെ പോലെ തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാരദ മഹർഷി പോയതാ. അപ്പം ഈ രാമകൃഷ്ണന്മാരെന്നെയാണ് ഉറപ്പായി, പോണവരൊക്കെ ഇവനാ കൊല്ലുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ആരെവിടെ? അടുത്ത ആളെ വിളിക്കുക. കേശി എന്ന് പറഞ്ഞൊരു അസുരനെ വിളിച്ചു. ഈ കേശിയെ വിളിച്ചിട്ട് ഇതെന്നെ പറയാ, അതെ നാരദ മഹർഷി ഇവിടെ വന്നിരുന്നു. 2 കുട്ടികളുണ്ട് ആ ഗോകുലത്തില്. ആരൊക്കെയാ? രാമകൃഷ്ണന്മാര്, അങ്ങനെ അറിയപ്പെടുന്ന വെലസി നടക്കുന്നവരെ ശരിയാക്കി നീ വരണം, നിനക്ക് ഞാൻ ധാരാളം സമ്മാനങ്ങൾ തരാം. അങ്ങനെ കേശിയെയൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി പറഞ്ഞയച്ചു. പക്ഷെ ഒരു വിശ്വാസം ഇല്ല. നമ്മളൊരു വ്യക്തിയെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അയാളിലൊരു വിശ്വാസം വേണം. അപ്പോൾ പല കമ്മിറ്റിക്കാരും വിളിക്കും, പലരും പല തരത്തിലായിരിക്കും. പക്ഷേ ടീച്ചറിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ടീച്ചർ ഒരു വാക്ക് ഏറ്റാൽ സത്യം വദ ധർമ്മം ചര ഗുരുജനാന്നമ സ്വാധ്യായാന്മാ പ്രമദ. വെറുതെ പറയുന്നതല്ല, തൈത്തിരിയോപനിഷത്തിലുള്ളതാ, വേദത്തിൻ്റെ ഭാഗമാണ്. പഠിച്ചു കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പോകുമ്പോൾ കുട്ടിക്ക് ആചാര്യൻ കൊടുക്കുന്ന ഉപദേശമാണ് യു മസ്റ്റ് ടെൽ ദ ട്രൂത്ത് ടു അതേഴ്സ്. മറ്റുള്ളവരോട് നീ സത്യം മാത്രമേ പറയാവൂ. യഥോ ധർമ്മ തഥോ ജയ, യഥോ കൃഷ്ണ തഥോ ജയ. മഹാഭാരതം നമ്മളോട് പറയുന്നതാണ്. ഇവിടെയാണോ കൃഷ്ണനും കൃഷ്ണ കഥകളും ഉള്ളത്? അതാണ് പ്രഭാഷണം. എന്താണ് പ്രഭാഷണം? പ്രഭ ചൊരിയുന്ന ഭാഷണമാണ് പ്രഭാഷണം. എങ്ങനെയാ പ്രഭ ചൊരിയേണ്ടത്? ഇത്ര സമയം ഇപ്പോൾ എത്ര മണിയായിട്ട് മണി പറഞ്ഞ് തുടങ്ങി, 1 മണിക്കൂറായില്ലേ? ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രഭ, ഒരു സുഖം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പല പരിപാടികൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഇല്ലേ? ജീവിതത്തിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രഭാഷണം കേൾക്കാനുള്ള അനുഗ്രഹം കിട്ടും. പല പരിപാടികൾ ഇവിടെ അരങ്ങേറാറുണ്ട്. പക്ഷേ ഒരു ആധ്യാത്മിക പ്രഭാഷണം, ഒരു സത്സംഗം വെക്കണം എന്ന് തോന്നണമെങ്കിൽ അതിന് സൂര്യനെ പോലെ ശ്രീ ഭഗവതി നമ്മളിൽ അങ്ങോട്ട് പ്രഭ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണം. ഇരുട്ട് സ്ഥിരമാണ്, സൂര്യനോ ആ ഇരുട്ടിനെ വകഞ്ഞ് മാറ്റുക ചെയ്യുന്നത്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാം, ഒരനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം എന്താണോ? ചെന്ന് നമസ്കരിച്ചാൽ നമ്മളെ അനുഗ്രഹിച്ചു എന്നല്ല, അതിനു മുമ്പേ നമുക്ക് അനുഗ്രഹം കിട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേശീനെ പറഞ്ഞയക്കാം, മരുന്ന് കഴിക്കും പോലെ മാറുമോ? കുട്ടികൾ ചോദിക്കില്ലേ? ഇവിടെ ഒരു ഉറപ്പില്ല കൊല്ലും എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും പ്രിക്കോഷൻ എടുക്കുക. വീണ്ടും ആരെ വിളിച്ചു? ചാണൂര മുഷ്ടികന്മാരെ, മല്ലന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഞാനൊരവസരം തരാം. 2 കുട്ടികളുണ്ട് ആ വൃന്ദാവനത്തിൽ.
നന്ദഗോപരുടെ മക്കളാ. അവരെ ഞാൻ എങ്ങനെയെങ്കിലും ഉപായത്തിൽ ഇവിടെ വരുത്തി തരാം, നിങ്ങൾ അവരെ വകവരുത്തണം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള മല്ലയുദ്ധം ചെയ്യാനുള്ള സ്ഥലം ഞാൻ റെഡിയാക്കി തരാം. മന്ത്രിമാരെ വിളിച്ചു, മല്ലയുദ്ധം അനൗൺസ് ചെയ്ത വിളംബരാണെന്നൊക്കെ. എന്നിട്ട് എല്ലാവരെയും ക്ഷണിച്ചോളൂ, ഇവിടെ 2 കുട്ടികൾ വരുന്നുണ്ട്, അവരെ നമുക്ക് എന്ത് ചെയ്യണം, വധിക്കണം. ഇത് പറഞ്ഞു. പിന്നെ വിശ്വാസം ഇല്ല. ഇനിയിപ്പോൾ ആരോടാ? ആനക്കാരനെ വിളിച്ചു. ആനക്കാരൻ വന്നു, ഇങ്ങനെയൊക്കെ നിന്നു. അപ്പം പറയാണ് കംസൻ, അതെ 2 കുട്ടികൾ വരുന്നുണ്ട്. നമ്മളവിടെയൊക്കെ ആനയൊക്കെ വെച്ച് നിർത്തി സ്വീകരണം കൊടുക്കും മന്ത്രിമാർക്കൊക്കെ അല്ലേ. വലിയ മാന്യന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഒരുപാട് നമ്മളങ്ങോട്ട് ഉയർന്നാലുണ്ടല്ലോ താഴത്തേക്കിങ്ങോട്ട് ഇറങ്ങാൻ പാടാം. സാധാരണ ശോഭ ടീച്ചറാകുമ്പോൾ ഏതേനും എങ്ങനെയും പോകുമായിരുന്നു. ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു ഒരാൾ. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, ടൂറ് പോകുമ്പോൾ ഡാൻസ് കളിക്കും. അതുപോലെ നല്ലൊരു പാട്ട് കണ്ട കുട്ടികളുടെ കൂടെ പാടാനും നിർത്താൻ. പക്ഷെ ഇപ്പം അതിനൊന്നും അങ്ങോട്ട് പറ്റില്ല. ഈ യൂട്യൂബ്, ഈ മീഡിയ, നമ്മളെ മറ്റുള്ളവരറിഞ്ഞാൽ ടീച്ചറുടെ ഇമേജ് കളയണ്ട കേട്ടോ എന്ന് ഒരാളിനോട് പറഞ്ഞു. ഞങ്ങൾ യാത്ര പോയി വരുമ്പോൾ ഡാൻസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ മുകളിൽ. കുറേ ഉയരാതിരിക്കുക നല്ലത്. നമ്മളായിട്ട് ഏറ്റവും സുഖിക്കുന്നത് ആരാ? സാധാരണക്കാരാ. ഇവിടെ ആനക്കാരനെ വിളിച്ചു. ആനക്കാരനോട് പറഞ്ഞു, ആനയുടെ പേരെന്താണെന്നറിയോ? കുവലയാപീഠം. കുവലയാപീഠം. ഒരു ദിവസം കുട്ടി ഇങ്ങനെ അമർ ചിത്രകഥ വായിക്കുക. കുവലയാപീഠത്തേന്ന് ചിത്രമൊന്നുമില്ല അതിൽ, അമർ ചിത്രകഥ പേരെന്നെ ഉള്ളൂ. ആ വായിച്ചു വന്നപ്പോൾ അമ്മ എന്താ ഈ കുവലയാപീഠം ചോദിച്ചു. അമ്മയ്ക്ക് ഈ മഹാഭാരതവും അറിയില്ല, ഒരു ഭാരതവും അറിയില്ല. ഈ TV സീരിയലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങലും. കുറുക്കൻ്റെ മാളം പോലെയാണ് അത്രേ ഹൈന്ദവൻ്റെ വീട്. നാമജപവും അന്തിതിരിയില്ലെങ്കിൽ അമ്മയ്ക്കൊന്നും അറിയില്ല. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കാൻ ഞാൻ കുട്ടി കരച്ചിൽ തുടങ്ങും, പിന്നെ അവൻ പഠിക്കില്ല. അതുകൊണ്ട് പറയാ മോനെ അത് എന്നൊക്കെ പറഞ്ഞ് മൂളിയിട്ട്. കുവലയാപീഠം എന്ന് പറഞ്ഞാൽ നീ പഠിക്കാനിരിക്കുന്നതിന് മുന്നിൽ നല്ല വട്ടത്തിലൊരു പീഠല്ലേ, അതന്നെ. എങ്ങനെയുണ്ട്? കുവലയാപീഠ ആനയുടെ പേരാ, കംസന്റെ ആനയുടെ പേര്. അത്രയും ലക്ഷണമൊത്ത ആനയായിരുന്നു. ആനപ്രേമികളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്താ അതിനെ അങ്ങനെ പേരിട്ടേന്നോ? കുവലയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലം എന്നാണ് അർത്ഥം. ആ പീഠം എന്ന് പറഞ്ഞാലോ അലങ്കരിക്കുന്നത്. ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ അലങ്കരിക്കുന്ന ആനയാണ്. അതാണ് കുവലയാപീഠം എന്ന് പറഞ്ഞ്. ഈ കുവലയാപീഠം എന്ന ആനയെ എന്ത് ചെയ്യണം? ഈ മല്ലയുദ്ധം നടക്കുന്നതിൻ്റെ കവാടത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം. കൃഷ്ണനും രാമനും വരുമ്പോൾ അവർക്ക് തോന്നണം അവരെ സ്വീകരിക്കാൻ നിർത്തിയതാണ്. കൗശലത്തിൽ നീ നിൻ്റെ ആനയെ കൊണ്ട് ഈ കുട്ടികളെ കൊല്ലിക്കണം. ഏർപ്പാട് ചെയ്തു. ഇങ്ങനെ മുണ്ടനും മുണ്ടി അപ്പം ചുട്ട ഒരു കഥ മുത്തശ്ശി പറയുമല്ലോ പണ്ട്. ഓരോ ഭാഗത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെയൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടിരുന്ന് ചിന്തിക്കുക. ഇനിയിപ്പോൾ നിന്റെ അന്തകൻ ഉണ്ട്, അവരെ വധിക്കണം എന്നല്ലേ നാരദ മഹർഷി പറഞ്ഞ്. എന്താ ഇപ്പം ചെയ്യുക? എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പം ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക? കൊല്ലാനാണ് വിളിക്കണതേ. അത് പറഞ്ഞ് വിളിച്ചാൽ വരുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യാം? ആ ദുഷ്ട മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ, ഈ യദുക്കളെല്ലാം വൃഷ്ണി, അതായത് വിഷ്ണു ഭക്തരാണ്. ഈ വിഷ്ണുവിൻ്റെ ഓപ്പോസിറ്റാണ് ആരെന്ന് വിചാരിച്ചു കംസൻ, ശിവൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ശിവന്റെ അമ്പലത്തിൽ ഒരു ധനുർയാഗം അങ്ങോട്ട് വെക്കാം. ധനുർയാഗം വെച്ചിട്ട് അതിനു വേണ്ടി ഇവർക്ക് ക്ഷണം കൊടുക്കാം തീരുമാനിച്ചു. ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആരെ അയക്കണം? അതായി പിന്നെ തീരുമാനം. എന്താരെ മനസ്സിൽ കണ്ടതെന്നറിയോ? അക്രൂരൻ. ഗോപികമാരെന്താ പറഞ്ഞത്? കൃഷ്ണനെയും രാമനെയും ഇവിടെ വന്ന് കൊണ്ടുപോയത് ആരാ? അക്രൂരനാ. പറഞ്ഞു ആ ക്രൂരനാ കൊണ്ടുപോയത് എന്ന്. അതുപോലെ ഇവിടെ അക്രൂരനോട് പറയാണ്, നീ പോയി വൃന്ദാവനത്തിൽ ചെന്നിട്ട് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരണം. എന്താ പറയണ്ടേ? ഇവിടെ ഒരു ധനുർയാഗം നടത്താൻ പോകുന്നുണ്ട് മഹാദേവ ക്ഷേത്രത്തിൽ. മഹാദേവൻ ശരിക്ക് വിഷ്ണു ഭക്തനാ. ഈ സഹസ്രനാമം അവസാനിപ്പിക്കുമ്പോൾ എന്താ പറയുക? ഫലശ്രുതിയിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ എന്നാ പറയുന്നത്. മഹാദേവ അങ്ങ് എന്തായി ജപിക്കുന്നേന്ന് ചോദിച്ചു ശ്രീ പാർവതി. ഇപ്പൊ പറയാണ്, ഞാൻ രാമനാമം ജപിക്കാം. ഒരു ദിവസം പണ്ഡിതന്മാർക്കാട്ടോ നാമം ചൊല്ലാൻ സമയം കിട്ടിയില്ല. സന്ധ്യയ്ക്ക് പരിപാടി ഉണ്ടായിരുന്നു. സഹസ്രനാമം മുടങ്ങി പൂജാമുറിയിലാണ് കയറി ചെന്നിട്ട്, ഭഗവാനെ പരിപാടി സൂപ്പറായിട്ടോ, സന്തോഷം,
രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം സഹസ്രനാമത്തിന് തുല്യയിന മഹാദേവൻ പറഞ്ഞ് ആ മഹാദേവനെ കൂട്ടുപിടിച്ചിട്ട് ധനുർയാഗം നടത്തിയിട്ടാണ് ശിവതന്ത്രം എന്നുള്ള പുസ്തകം തുറന്നു വെച്ചിട്ട് യുദ്ധത്തിൽ ജയിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് തപ്പിത്തെരഞ്ഞു. അങ്ങനെയാണ് അവർ കണ്ടുപിടിക്കും. എന്നിട്ടാണ് ധനുർയാഗം. ശിവധനുസ്സിലേക്ക് എന്തിനെ ആകർഷിക്കണം? മന്ത്രത്തിലൂടെ ആ ശിവശക്തിയെ ആവാഹിച്ച് ഈ ധനുസ്സിനെ പൂജിക്കണം എന്ന് കണ്ടു. പൂജയുടെ ഒപ്പം എന്ത് ചെയ്യാം? ഏതായാലും പശു ഇവരുടെ കൂടെ ഉള്ളതല്ലേ, വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ഒപ്പം ഉള്ളതല്ലേ, ഒരുപാട് ശുദ്ധമായ പരിശുദ്ധയായ പശുക്കളെ ബലി നൽകാം. ആർക്ക് സന്തോഷമാവാൻ? പരമേശ്വരനും ഭൂതഗണങ്ങൾക്ക്. ഇതൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് ക്ഷണിക്കാൻ പോവാൻ വിളിക്കുന്നത് ആരേനോ? അക്രൂരനെ. അക്രൂരനെ വിളിച്ചു വരുത്തി. വൃഷ്ണികളിൽ പ്രഭാവശാലിയാണ്. വിളിച്ചു വരുത്തി വന്നു രാജാവല്ലേ. അക്രൂരരെ കണ്ടതും കയ്യിൽ കയറി അങ്ങോട്ട് പിടിച്ചു. ആ സ്പർശനത്തിൻ്റെ കുട്ടികളെ ഞാൻ 16 വർഷം ടീച്ചിങ് ചെയ്യുമ്പോൾ +2 ഒരു വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് ഒരു കുട്ടീനെ ഡോറിൻ്റെ പിറകിൽ ഒരു പയ്യൻ, +2 പയ്യനാ, അവൻ ശരിയല്ല എന്ന് എനിക്കറിയാം. ഞാനപ്പോൾ കയറി നോക്കി ക്ലാസ് റൂമിൽ. അവനങ്ങനെ നിൽക്കുന്നുണ്ട്, അവളെങ്ങനെ തലോടി കൊണ്ടിരിക്കുക. എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ അവളെ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ആൺകുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം അവളുടെ മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആ കുട്ടി ചോദിച്ചത് എന്താണോ, ടീച്ചർക്കറിയോ എത്ര ദിവസമായി എൻ്റെ അമ്മ ഒന്ന് തൊട്ടിട്ടെ? ഹൈന്ദവൻ്റെ കുട്ടികൾ തലോടൽ തേടി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പാരൻസാണ്. അവർ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ എത്ര മുതിർന്നാലും നമുക്കവർ കുട്ടികളാണ്. ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ, നമ്മുടെ കയ്യിൽ ഒരാൾ പിടിച്ച് സംസാരിക്കുമ്പോൾ ആ സ്പർശനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഹേർട്ട് ടു ഹേർട്ട് സ്പീച്ച് അവിടെ നടക്കും. ഇവിടെ കയ്യിലൊക്കെ പിടിച്ചു. അക്രൂരരെ, അങ്ങയെ കൊണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇത്രയും ഉന്നതനായ രാജാവിന് ഒരു സാധാരണക്കാരനായി ഞാൻ എന്ത് ഉപകാരം ചെയ്യാനാ? അപ്പം മനസ്സ് വായിച്ചു. കയ്യിലൂടെ ഒരു സ്പർശനം ഉണ്ടല്ലോ. എന്തിനാ ഇപ്പം ഇങ്ങനെ ചിന്തിക്കണേ? അങ്ങിപ്പോൾ എന്താ ചിന്തിക്കണമെന്ന് എനിക്കറിയാം. എന്തിനാപ്പോൾ ഈ ഇന്നെ പോലുള്ള ഒരാളുടെ സഹായമൊക്കെ ഇത്ര വലിയ രാജാവിനെന്ന്? എടോ അക്രൂര, ചില സമയത്ത് നമുക്ക് ചിലരുടെയൊക്കെ സഹായം വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വാമനൻ വിഷ്ണുവായി അവതരിച്ചിട്ട് ആരെ സഹായിച്ചു? ദേവേന്ദ്രനെ സഹായിക്കേണ്ടി വന്നില്ലേ ബലിയെ കൊല്ലാൻ വേണ്ടിയിട്ട്? ഇവിടുന്ന് എന്താണോ തത്വം മനസ്സിലാക്കണ്ടേ? ബലി അസുരന കൊല്ലാൻ വന്നത് വാമനമൂർത്തിയായിട്ട് വിഷ്ണു. ആർക്ക് വേണ്ടിയിട്ട്? ദേവേന്ദ്രന് വേണ്ടിയിട്ട്. അതിനെന്താ അദ്ദേഹം അർത്ഥം വെച്ചേ? ദേവേന്ദ്രനേക്കാളും താഴെയാണ് വിഷ്ണു എന്ന് സഹായിക്കാൻ ചെന്നപ്പോഴേ അക്രൂരർക്ക് മനസ്സിലായി. ഒന്നും വേണ്ടിയില്ല. എന്താ ഇനിയിപ്പോൾ വേണ്ടേ? എനിക്ക് അങ്ങയോട് ഒരു രഹസ്യം പറയാനുണ്ട്. ശരിക്കും ഒരാൾ പറഞ്ഞ രഹസ്യം വേറൊരാളോട് പറയരുത്. നാരദ മഹർഷി പറഞ്ഞ രഹസ്യം മുഴുവൻ ഇവിടെ അക്രൂരരോട് പറയാം. അക്രൂരരാണെങ്കിലോ വലിയ കൃഷ്ണഭക്തനും. എടോ അക്രൂരരെ, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കൂ, ഒരു കാര്യം പറയാനുണ്ട്. അന്നേ ദേവകിയുടെ 8ാമത്തത് പുത്രിയ പറഞ്ഞില്ലേ, അതൊന്നും അല്ല. ഇപ്പോൾ അതവിടെ യശോദയോടൊപ്പം രാമകൃഷ്ണന്മാരായിട്ട് വളരുന്നു. അവരെൻ്റെ അന്തകരാണത്രേ. അപ്പം എൻ്റെ ജീവനെ ഞാൻ സംരക്ഷിക്കണ്ടേ? അങ്ങൊരു പണി ചെയ്യണം. ഈ കുട്ടികളെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരണം. നല്ലൊരു തേര്, നല്ല സുന്ദരമായ ഒരു തേര് അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, സ്വന്തം അന്തകനെ അടുത്തേക്ക് കൊണ്ടുവരാൻ വിശിഷ്ടമായ രഥം ഒരുക്കി കാത്തു നിൽക്കുന്ന കംസൻ എന്ന ദുഷ്ടൻ. മനുഷ്യന് നല്ല സമയം അല്ലെങ്കിൽ ചിന്തകൾ പോലും വിപരീതമാകുന്ന, ഇവിടെ വിപരീത ചിന്തയാണ് തോന്നുന്നത്. വിളിച്ചു വരുത്താം, ഒരു ദിവസമെങ്കിലും നീളട്ടെ എന്നല്ല ചിന്തിച്ച്, അന്തകനുണ്ടോ എന്നാൽ അവൻ ഇവിടെ വരട്ടെ, പോണം എന്ത് പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ടുവരണ്ടേ? ഇവിടെ മഹാദേവ ക്ഷേത്രമാണ്. അത് മാത്രമല്ല മധുര പട്ടണമാണ്. അവർ കാട്ടുവാസികളാണ് അല്ലേ, കാടിനുള്ളിലല്ലേ യദുവംശം, ഗോകുലം. അതുകൊണ്ട് അവർക്ക് പട്ടണമൊക്കെ കാണാൻ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് താല്പര്യം കാണും. അവിടെ പോയിട്ട് അവരെ ക്ഷണിക്കണം. മാത്രം അല്ല, ഇവിടെ ഈ ധനുർയാഗം നടക്കുമ്പോൾ ഒരുപാട് ദ്രവ്യങ്ങൾ വേണം. ഇവിടെ ദ്രവ്യകലശമൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, രാവിലെ അവിടെ കണ്ടു കലശങ്ങളൊക്കെ ഇരിക്കണേ. അറിഞ്ഞ് ആരാധിക്കണം, അതെന്താണെന്ന് അന്വേഷിക്കണം, നമുക്ക് മനസ്സിലാക്കണം. എങ്കിലാണ് അവിടെ പോയി നിന്ന് തൊഴുമ്പോൾ അതിനൊരു പൂർണ്ണത കിട്ടും. ഈ തൈരും മോരും പാലും ഒക്കെ വേണം ഇതിനൊക്കെ. ദ്രവ്യങ്ങൾ അതാ സമർപ്പിക്കുക, ജലവും സമർപ്പിക്കുക കേട്ടോ ഭഗവാന്. അതിന് വേറെ തത്വങ്ങളുണ്ട്. ഇവിടെ തൈരും മോരും ഈ യാഗത്തിന്, ധനുർയാഗത്തിന് വേണ്ടത് വാങ്ങിക്കാൻ വന്നതാണ് പറയണം. നന്ദഗോപാദികളെയും രാമകൃഷ്ണന്മാരെയും ക്ഷണിച്ച് ഈ തേരിലേറ്റി നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം. പ്രത്യേകിച്ച് രാമകൃഷ്ണന്മാരെ തേരിലേറ്റിയിട്ട് കംസരാജാവ് ക്ഷണിച്ചു പ്രത്യേകം എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. ഒക്കെ ശട്ടം കെട്ടി
ഇതൊക്കെ കേട്ടു. ആ സമയത്ത് അക്രൂരൻ തിരിച്ചു പറയാണ്, കൽപ്പന പോലെ എല്ലാം ഞാൻ ചെയ്യാം, പക്ഷേ ഈ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം എന്നില്ല രാജാവേ. ചിലപ്പെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം, അങ്ങയുടെ ആഗ്രഹം സാധിക്കൂ എന്ന് എനിക്കറിയില്ല. അഥവാ അതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യരുത്, എന്നോട് പരാതി പറയരുത്. അവനവൻ്റെ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അക്രൂരൻ പറയുന്നത്. അല്ലെങ്കിൽ എന്തായി, ഈ ഒരു വ്യക്തിയെ കൊല്ലുന്നത് മഹാപാപ, ബ്രഹ്മഹത്യാ പാപ അല്ലേ. ബ്രഹ്മാവിൻ്റെ ഒരു തലയാണ് ഇരിഞ്ഞെടുത്തില്ലേ, പറങ്കേണ്ടി പോലെ മഹാദേവൻ കപാലമേന്തിയിട്ട് ഭിക്ഷയാചിച്ച് നടക്കേണ്ടി വന്നില്ലേ, അന്നപൂർണയായിട്ട് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ എന്നും പറഞ്ഞ് അന്നപൂർണ മന്ത്രമുണ്ട്. അതായത് ഭിക്ഷാം ദേഹീജ പാർവതേ, ഭിക്ഷ ചോദിച്ച് പല വീടുകളിൽ ചെന്നിട്ടും ഭിക്ഷ കൊടുത്തില്ല, ബ്രഹ്മഹത്യാ പാവാണ്. ആരാണ് തവി ഏന്തിയിട്ട് അന്നപൂർണയായിട്ട് വന്ന് ഭിക്ഷ കൊടുത്തത്? ശ്രീ പാർവതി ദേവിയ. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മമാണ്, അന്നം ബ്രഹ്മേരി വിജാനാത് വേദം പറയുന്നതാ. ഇനി ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം, പക്ഷേ എനിക്ക് ദോഷം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി അവിടെ തന്നെ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഒന്നും നടന്നോളണം എന്നില്ല. വിപരീതമായ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കുറ്റം പറയരുത്, ഞാൻ പോവാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ തേരിലേക്ക് അക്രൂരൻ പോവാൻ തുടങ്ങുക. പോണ സമയത്ത് ചിന്തിക്കുകയാണ്, എത്രയോ യോഗീന്ദ്രന്മാർ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ച് കഠിനമായ തപസ് ചെയ്യുന്നു, യാഗങ്ങൾ ചെയ്യുന്നു, യജ്ഞങ്ങൾ ചെയ്യുന്നു, കാണാൻ പറ്റിയില്ല. അവർ മനസ്സിനുള്ളിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ ഒരുപാട് കാലമായിട്ട്. ഹിമാലയ സാനുക്കളിലൊക്കെ എത്രയോ വയസ്സായ ഒരുപാട് യോഗീശ്വരന്മാരുണ്ടായിട്ടും നമ്മുടെ കൽക്കട്ടയിലുള്ള ചുണക്കുട്ടിയായ 36 വയസ്സിൽ അന്തരിച്ച 30 വയസ്സായ സമയത്ത് സ്വാമി വിവേകാനന്ദനെയാണ് ചിക്കാഗോയിലേക്ക് അയച്ചത്. അവിടെ ചെന്നിട്ട് വലിയ ഒരു മതപ്രഭാഷണം നടത്തി. അന്ന് മുതലാണത്രേ ഹൈന്ദവനോട് അമേരിക്കൻസിന് ബഹുമാനം തോന്നിയത്. സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്ന് വിളിച്ചു എന്നേ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കൂ. ആ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ലോകത്തിൻ്റെ മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും മാതാവാര ഹൈന്ദവ മത, അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രസംഗം സമർപ്പിക്കുന്നു. സന്യാസി പരമ്പരകളുടെ പേരിൽ ഹിമാലയ സാനുക്കളിലാ സന്യാസി പരമ്പരകൾ, അവരൊക്കെ ധ്യാനിച്ചിട്ടും ഭഗവാനെ കണ്ടു കിട്ടുന്നില്ല. കൃഷ്ണ, അങ്ങയെ കാണാൻ വേണ്ടി ദുഷ്ടതരത്തിനാണെങ്കിലും ഇതാ എനിക്ക് വരാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി ആ തേരിൽ കയറിയിരിക്കുക. മാംസഗോചരങ്ങളായി കണ്ണുകളെ കൊണ്ട് എനിക്ക് എന്താ പാടിയത്? കൃഷ്ണ അക്രൂരരെ പോയിട്ട് എന്തായി ചോദിച്ചപ്പോ എന്താ പാടിയ? നിറന്ന പീലികൾ നിരക്കവേ കുട്ടി. ഒരൊറ്റ പാട്ടാണ്. ഭഗവാനെ കേശാദിപാദം വർണ്ണിച്ചിട്ടാണ്ട് പറയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട് മനുഷ്യന്. പക്ഷേ അൾട്ടിമേറ്റ് എയിം ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത് എന്താ? സെൽഫ് ആക്ച്വലൈസേഷനാണ്. ഭഗവാനെ ഒരു തവണയെങ്കിലും കാണുക. അങ്ങനെ ആലോചിച്ച് തേരിൽ കയറി സന്തോഷത്തോടു കൂടി ഇരുന്ന് പോരുമ്പോൾ ആലോചിക്കുകയാണ്, അക്രൂരരെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഭഗവാനെ അങ്ങോട്ട് കാണുക. ആഗ്രഹിച്ച് നടക്കുന്നതല്ല. ഇടയ്ക്ക് വെച്ച് തേരിൻ്റെ ഒരു ചക്രം പോയാൽ മതി, അങ്ങോട്ട് കാണില്ല. ഭഗവാൻ അവിടെ ഇല്ല. അപ്പോൾ വേറെ ദ്വാരകയിൽ പോയി പറഞ്ഞാൽ കാണില്ല. പക്ഷേ ഞാൻ അനുഗ്രഹീതനാണ് എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഉറപ്പിച്ചോളൂ. ഈ തട്ടകത്തമ്മയുടെ മുന്നിൽ, ശ്രീഭദ്രയുടെ മുന്നിൽ വന്നിരുന്ന ഭാഗവതത്തിൽ 2 വരി ഒന്ന് ചൊല്ലാൻ കഴിഞ്ഞ, മൂലം ഭാഗവതം പഠിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞു. ഒരെണ്ണം ഈ കൈകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞ. എന്താ? ഭഗവാൻ തന്നെയാണ് ഭാഗവതം. എങ്ങനെയാ തുടങ്ങുന്നത്? സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. സച്ചിദാനന്ദരൂപായ, സത്ത് ചിത്ത് ആനന്ദം. അതായത് നമ്മുടെ ഉള്ളിലുള്ള സത്ത്, ഈ ആത്മാവ്, ഈശ്വര ചൈതന്യം, ചിത്ത് മനസ്സ്, ആനന്ദം. നമുക്ക് പരമാനന്ദമാണ് വേണ്ടത്, ആനന്ദമൊന്നുമല്ല. അത് കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം? താപത്രയ വിനാശായ, നമ്മുടെ 3 താപങ്ങൾ ഏതൊക്കെയാ? ത്രയെന്ന് പറഞ്ഞാൽ 3. നമ്മുടെ 3 ദുഃഖങ്ങളെ ഇല്ലാതേക്കണം. അതിനാരെ വന്ദിക്കണം?
ശ്രീകൃഷ്ണായ വയം നുമ, കൃഷ്ണനെ വന്ദിക്കണം. അതിന് ഭാഗ്യം കിട്ടിയില്ലേ? അപ്പൊ നാരായണീയം പഠിച്ചു, ചൊല്ലി സമർപ്പിച്ചു ടീച്ചറെ എന്ന് രമ ചേച്ചി പറഞ്ഞു. സന്തോഷായി. ഇതിലും വലുതൊന്നുമില്ല. എന്താ 6ാമത്തെ ദശകം എത്തുമ്പോ പറയുന്നേ? അത് വിശ്വരൂപം അങ്ങോട്ട് പറയാ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. ഹേ കൃഷ്ണ, അങ്ങ് തന്നെയാണ് ഈ വിശ്വം മുഴുവൻ അങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. ശംഖ് എന്താ കാണിക്കുന്നത്? പ്രപഞ്ച ശരീരമാണ് ശംഖ്. ശംഖ് മുഴക്കുന്നത് ഓങ്കാരമാണ്. ഓങ്കാരം എന്താ പറയുന്നത്? 3 അക്ഷരം, ആ ഉ മ. ഇത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിനെ കാണിക്കുന്നത്. ആ എന്ന് പറയുമ്പോൾ വികാസം ആണ്. വജൈന വികസിച്ച ആ പെൽവിക് വികസിച്ചിട്ടാണ് കുട്ടി പുറത്തേക്ക് വരിക. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്നതാണ് അപ്പോഴും ചുണ്ടു കൂടിയില്ല, ഉമ്മ ചുണ്ടു കൂടിയില്ലേ. ആ നിലനിന്ന് അവസാനിക്കുന്നത് നമ്മുടെ പ്രപഞ്ച ശരീരത്തെയാണ് ആ ഒരു ശംഖ് കാണിക്കുന്നത്. ഇവിടെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുക. അതിനൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നാരായണീയം സമർപ്പിക്കാൻ പറ്റിയില്ലേ? എത്രയോ ഗീതങ്ങൾ കേൾക്കാൻ പറ്റിയില്ലേ? ഇപ്പം തന്നെ ഉറപ്പിച്ചോളൂ, ഭഗവാൻ അനുഗ്രഹിച്ചു. ചില അമ്മമാർ പറയും, എത്ര കാലമായി ടീച്ചറേ ഞാനത് വായിക്കണോ എന്നും പരാതിയ. ഈ കിട്ടിയതിൽ സന്തോഷിക്കുക. ഭഗവാൻ തന്നത് എല്ലാം പ്രസാദം എന്ന് കരുതുക. അതാണ് അക്രൂരർ ഇവിടെ പറയുന്നത്. അക്രൂരർ എന്താ പറയുന്നതെന്നറിയോ? സൂര്യൻ എവിടെ ആയിരിക്കുന്നത്? ഇരുട്ടിനും അപ്പുറത്താണ്. ഇപ്പൊ സൂര്യനെ കാണാനില്ലല്ലോ, പക്ഷെ ഇരുട്ട് എപ്പോഴും ശാശ്വതമായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങള്. പക്ഷേ ആ ഇരുട്ടിനെ മാറ്റാൻ ആര് വരണം? സൂര്യ തേജസ്സുള്ള ഭഗവാൻ ശ്രീ ഭഗവതി വിചാരിക്കണം വരണം. സൂര്യൻ വന്നു കഴിയുമ്പോൾ ഇരുട്ടിനെ ആദ്യം അകറ്റും. അതുപോലെ നമ്മളുടെ എല്ലാം ജീവിതത്തിലെ ദുഃഖങ്ങളെ ആദ്യം ഭഗവാൻ അങ്ങനെ അറുത്തറുത്ത് മാറ്റും, ഇരുട്ടിനെ മാറ്റും പോലെ. ശേഷമാണ് നമുക്ക് സൂര്യനെ കാണാൻ കഴിയുക. അപ്പൊ ഭഗവാനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനെ പോലെ ഭഗവാൻ എവിടെയോ ആ ഇരുട്ടിനപ്പുറം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം പൂർണ്ണമായി കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ വരാനും ക്ഷേത്രത്തിലൊന്ന് പ്രദക്ഷിണം വെക്കാനും ആ ശീവേലി കാണാനും സാഷ്ടാംഗം അല്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരം ചെയ്യാനും കഴിഞ്ഞ്. വേറെ ആരും കരുതിയ ഇങ്ങനെ നിൽക്കുന്ന ഒരു വിരൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ കരുതി എളുപ്പമല്ലേ? ഭഗവാൻ തന്നെ വിചാരിക്കണം അല്ലേ? അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പം 400 വർഷം മുമ്പ് ജീവിച്ച ഈ ഭട്ടേരിപ്പാടിനെ വാദം പിടിച്ചിട്ട് എഴുതാൻ പറ്റാതെ ഒരു നിമിഷമുണ്ട്. എല്ലാം മാറിപ്പോയതാ വാദനാഥനായ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന്. ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം നമ്മളെന്താ വിചാരിക്കുക? ഇവിടെ വന്ന് തൊഴുതങ്ങോട്ട് നമസ്കരിച്ചാലാ ഭഗവതി അനുഗ്രഹിക്കുക? അല്ല, നമ്മളെ അനുഗ്രഹിച്ചാൽ മാത്രമേ ഇവിടെ വന്ന് തൊഴുത് നമസ്കരിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞങ്ങോട്ട് ആരാധിക്കുക. ചിലർ പറയും ഇങ്ങനെ ഇരുന്ന് പറയാനൊന്നും കഴിയില്ല, അപ്പം ഞങ്ങളൊന്നും. ഭഗവാൻ ഏറ്റവും വലുത് ആരാന്നറിയോ? ഈ ഇരിക്കുന്ന ആചാര്യനല്ല. ഇവിടെ ധ്യാന ശ്ലോകം അങ്ങോട്ട് ചൊല്ലുന്ന സമയത്തെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വൈഫൈ കണക്ഷനാണ്. ആ തട്ടകത്തിരിക്കുന്ന ശ്രീ ഭഗവതി ഉണ്ടല്ലോ, മേധയായി ബുദ്ധിയായി സരസ്വതിയായിട്ട് അങ്ങനെ പറയും, ഇത് കൊടുത്തോളൂ ഇത് കൊടുത്തോളൂ. ആർക്കാ അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നേ? പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാവണം എന്നാ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭക്തന്. ആ കേൾക്കാൻ വന്നിരിക്കുന്ന ഭക്തജനങ്ങളെ കുറിച്ച് ഇന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു മോശമായ വാക്ക് കേൾക്കേണ്ടി വന്നു. എനിക്ക് സങ്കടം തോന്നി. കാരണം ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ വന്ന് നിന്നിട്ട് മോശമായ വാക്കുകൾ നമ്മൾ പറയരുത്. നാമം ജപിക്കണം. ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം ദക്ഷിണ ഭാഗത്തു കൂടി വന്ന് ഒരു പ്രദക്ഷിണം വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഈ ഭാഗത്ത് നിന്നും കുണ്ടലിനി ശക്തി ഉയർന്ന് 6 ആധാര ചക്രങ്ങളിലൂടെ യോഗ പഠിച്ചവർക്കറിയാം. അങ്ങനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുമ്പോൾ ഓങ്കാര രൂപിയായി ആ ശ്രീലകത്തിരിക്കുന്ന പരമാത്മാവ് നമ്മളെ അനുഗ്രഹിച്ച് ഈ ജീവാത്മാവിനെ ഉയർത്തും. ആത്മാവിനെ ഉയർത്തണം എന്ന് ആര് പഠിപ്പിക്കുന്നു? ഗീതാശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ദേവകീ പുത്രനായ കൃഷ്ണൻ നമുക്ക് ഉപദേശിച്ച ഒറ്റ ശാസ്ത്രമേ ഉള്ളൂ, അതാണ് ഭഗവത്ഗീത. 6ാമത്തെ അധ്യായത്തില് ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മയേവ ഹ്യാത്മനോ ബന്ധു ആത്മയേവാരിപുരാത്മന എന്ന് പറയുന്നുണ്ട്. നീ നിന്റെ
ആത്മാവിനെ ഉദ്ധരിക്കണം, ഉയർത്തണം, അല്ലാതെ അധപ്പതിപ്പിക്കരുത്. അമ്പലത്തിൽ വന്നിട്ട് എത്ര ശുദ്ധമായി പരിശുദ്ധമായിട്ട നാമജപത്തോടുകൂടി. നാവ് എന്തിനാ കിട്ടിയേ? നാമം ജപിക്കാത്ത നാവെന്തിനാ കണ്ണാ, നാവെന്തിനാ കണ്ണാ, നാവെന്തിനാ. നമ്മളെന്താ കരുതിയിരിക്കണേ? ഇതിങ്ങനെ സാപ്പിടാനാണല്ലേ? കഴിച്ചത് കുറെ ആയി, എന്തേലും കാണുന്നുണ്ടോ? വരുമ്പോ 2 കിലോ, പോകുമ്പോ 60 കിലോ. എവിടുന്ന എടുത്തേ? ഇവിടെ നീ പ്രപഞ്ചത്തിൽ നിന്ന് എടുത്തു. പഞ്ചഭൂതങ്ങൾ എല്ലാം ജഡങ്ങളാ അല്ലേ? ആകാശം, വായു, ഭൂമി, മണ്ണ് ഒക്കെ ജീവനില്ലാത്തതാ. ആ ജീവനില്ലാത്ത പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചു വെച്ച ഈ ശരീരത്തില് ഒരു ജീവൻ ഉണ്ട് എങ്കിൽ, പ്രപഞ്ചത്തേക്ക് നോക്കൂ, മണ്ണ്, പാറ, കല്ല്, വെള്ളം, ആകാശം, വായു എല്ലാം ഉണ്ട്. ജീവനുണ്ടോ? ഇല്ല. അവയെ കൊണ്ട് ഇങ്ങനെ ഒരു പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒരു ശരീരം സൃഷ്ടിച്ച് അതിലൊരു ജീവൻ ജീവാത്മാവായി തുടിക്കുന്നു എങ്കിൽ അത് ആ സുപ്രീം പവർ തന്നെയാ എന്ന് മനസ്സിലാക്കുക. നീ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോ ആ ഒരു ഓങ്കാരം മുകളിൽ വന്ന് ജീവൻ ഉയർന്ന് താഴത്തേക്ക് തന്നെ വരും. വീണ്ടും ശിവക്ഷേത്രമാണെങ്കിലോ 3:15 ഇത് പൂർത്തിയാവും. പിന്നെ തിരിച്ചു പ്രദക്ഷിണം. ഒറ്റ പ്രദക്ഷിണവും വേണ്ട സർപ്പക്കാവിന്, ഒറ്റ ഗണപതിക്ക്, 2 സൂര്യക്ഷേത്രത്തിന്, 3 മഹാദേവന്, 4 ഭഗവതിക്കും വിഷ്ണുവിനും, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അരയാൽ വൃക്ഷത്തിന്. ഇങ്ങനെയാണ് പ്രദക്ഷിണ വിധി. അപ്പൊ ഈ പ്രദക്ഷിണ വഴിയിൽ വെച്ച് ഒരിക്കലും എന്ത് പറയരുത്. ഇപ്പോൾ നാരായണിയമ്മേനെ കണ്ടാൽ ഞാൻ ചോദിക്കുക, എന്തൊക്കെ നാരായണിയമ്മേ ഒരു സുഖല്ലേ? 80 വയസ്സ് കഴിഞ്ഞു. കുട്ടി ഇങ്ങനെ പോണു, ഒരു അങ്ങനെ പോവന്നെ എപ്പോഴും വന്ന് തൊഴുന്നുണ്ട് ദിവസേന. പക്ഷെ എങ്ങടെ എത്തണില്ല. നമ്മൾ അങ്ങോട്ട് എത്തണം. പരീക്ഷിത്ത് മഹാരാജാവ് വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് എന്താ പറഞ്ഞ്? മതി. ശ്രീ ശുഖബ്രഹ്മർഷി ചോദിക്കുകയാണ്. ഈ ഭാഗവതത്തിൽ അവസാന ഭാഗമാണ് കേട്ടോ. കിം ശ്രോതുമിച്ഛസി, ഇനി എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടോ രാജാവേ എന്ന് ശുഖമഹർഷിയെ ചോദിക്കുന്നു. അവരുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ശ്രീ ശുഖബ്രഹ്മർഷി കൊളക്കടവിലൂടെ പോകുമ്പോൾ സ്ത്രീകൾ നാണൊന്നും മറക്കില്ല അത്രേ. കാരണം അത്രയും ഉന്നതങ്ങളിലെത്തി. പക്ഷെ വ്യാസഭഗവാൻ പോകുമ്പോൾ അവർ വേഗം തോർത്തുകൊണ്ടെടുത്ത് പൊതച്ചു അത്രേ. അത്ര വ്യത്യാസം അച്ഛനും മകനും തമ്മിൽ. ആ ശ്രീ ശുഖബ്രഹ്മർഷി നമുക്ക് വേണ്ടിയിട്ട് അസാരേ സംസാരേ ശുഖമുഖാമൃതം, അസാരം, ഇത് നിസ്സാരമായ ജീവിതം. എന്നാ ഇപ്പം 40-50 വയസ്സായാലേ, ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയ പോലെ തോന്നണില്ലേ? ഈ കിട്ടിയ ചെറിയ ജീവിതം നമ്മൾ എന്തിനുപയോഗിക്കുക? നന്മ ചെയ്ത് ജീവിക്കാൻ ഉപയോഗിക്കുക. രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന വലിയ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ ഒരു മനസ്സാ, ആത്മീയ സംസ്കാരം. അത് കൊടുക്കാത്തിടത്തോളം ഹൈന്ദവൻ ഉണരില്ല, ഉയരില്ല. എങ്ങനെ വേണമെന്നോ? ഒരുമ വേണം. ക്ഷേത്രത്തിൽ മാത്രമാണ് ഒരുമ, സ്നേഹം, ഐക്യം, സേവനം. കുറേ പേരെ വിളിക്കും, ടീച്ചറെ എനിക്കും ചൊല്ലണം നാരായണീയം, എനിക്കും ചൊല്ലണം ഗീത. എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അല്ലാതെ ഞാൻ എന്നെ വലിയ ആചാര്യൻ, അവിടെ കഴിഞ്ഞു. അഹങ്കാരം വന്നു കഴിഞ്ഞാലേ അസുരനായി. അസുരന്റെ ഗുണങ്ങളാണ് എന്ത്? അഹങ്കാരം, വഞ്ചന, ചതി, അഹംഭാവം, ഇതെല്ലാം. ആ അസുര ഗുണങ്ങൾ തരാതെ ഭഗവാനെ ആ നമസ്കാരം എന്താ? കനുള്ള സാധനം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലെ എല്ലാ അപകടങ്ങളും ഇരിക്കണം. അവരൊറ്റ 4 മുട്ട അവിടെ നമസ്കരിച്ചിട്ട് അഹങ്കാരം തോന്നിപ്പിക്കല്ലേ അമ്മേ, എന്തേ വേണ്ടു? പുല്ലിനും എളിയവനായി ഞാനൊന്നുമല്ല എന്ന ഭാവത്തോടുകൂടി ഈശ്വര കഥകൾ പറഞ്ഞ് ഈ ലോകം മുഴുവൻ അങ്ങനെ സച്ചിദാനന്ദ രൂപിയായി സഞ്ചരിക്കുക. അതിനിടയ്ക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മളെ തേടി വരും. നമ്മുടെ പ്രാരാബ്ദാണ്, അത് അനുഭവിച്ച് തന്നെ തീരണം. പക്ഷെ ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഒരിക്കലും മോശമായ വാക്കുകൾ പറയാതിരിക്കുക. ആരും തികഞ്ഞവരൊന്നുമല്ല, എന്തൊക്കെയോ കുറവ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അവിടെ ഈ മനുഷ്യനായി ജനിച്ചത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മർത്യൻ എന്ന് പറഞ്ഞാലോ മരണമുള്ളവനാ. മരണം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ഉണ്ട്. ജനിച്ചോ അവന് മരണം ഉറപ്പാ. അപ്പൊ അഹങ്കരിക്കേണ്ടെന്ന് പറയാ. നമ്മുടെ വിചാരം എന്താ? നമ്മളൊക്കെ മനുഷ്യൻ കേമന്മാരാന്നാ. നമ്മുടെ കേമത്തരപ്പം എന്താ? ഒരു മിസൈൽ വീണാൽ കഴിഞ്ഞില്ലേ? പിന്നെ കൃഷി ചെയ്യാൻ പോലും നമ്മുടെ ഭൂമി പറ്റാതെ ആവും. അപ്പം അതിനൊക്കെ അപ്പുറം ഒരു ശക്തി. ഞങ്ങളുടെ വേദം ഗ്രൂപ്പിലൊക്കെ രുദ്രം അതിരുദ്രമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ യുദ്ധം ഉണ്ടാവാതിരിക്കണേ കൃഷ്ണ, അല്ലേ? വിദേശങ്ങളിൽ എവിടെയോ ഒന്ന് പൊട്ടിയപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ, ഇത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യരുടെ കഴിവ്. ഒന്നും അല്ല എന്ന ബോധം വന്നു കഴിഞ്ഞാൽ തല താനെ താഴും. ഹൈന്ദവൻ കുട്ടിക്ക് കൊടുക്കേണ്ട പ്രകൃതിയിൽ നിന്നുള്ള ആദ്യത്തെ പാഠം, മാവ് ഇപ്പോൾ ഇങ്ങനെ നല്ല കായായിട്ട് നിൽക്കുന്നില്ലേ? ഈ മാവിൻ ചില്ലയിൽ ഒരു മാമ്പൂവ് ഉണ്ടായി കഴിയുമ്പോൾ ചില്ല ഉയർന്നാ നിൽക്കുക.
കണ്ണിമാങ്ങയായി വരുമ്പോൾ വലിയ മാങ്ങയാകുമ്പോൾ ആ ചില്ല താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു വരും. ഇത് വലിയ ഒരു പാഠം, സ്കൂളിൽ നിന്ന് കൊടുക്കാത്ത പാഠം. എന്താ പറയുന്നത്? പ്രകൃതി പറയാണ്, നീ എന്നെ നോക്കൂ, ഞാനിപ്പോൾ സമ്പന്നനാണ്. എത്ര മാങ്ങയാ, എത്ര ചക്കയാ ഓരോ മരങ്ങളുടെ മുകളിൽ. ഞാൻ സമ്പന്നനാ, എൻ്റെ ചില്ല താഴ്ന്നു വന്നു. അറിവ് കൂടും തോറും എന്ത് ചെയ്യണം? നമ്മൾ താഴണം. കൃഷ്ണൻ രാജസൂയയാഗത്തിന് ചെന്നു. അപ്പം എന്താ കൃഷ്ണൻ ഓടിച്ചെന്ന് ചോദിക്കുക, അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ഒരാൾ ക്ഷണിക്കട്ടെ വെച്ചിട്ട് നിൽക്കൊന്നും വേണ്ടാത്രേ. ഒരു പുല്ല് പറിച്ച് അപ്പുറത്തേക്കിട്ട് അവിടെ വൃത്തിയാക്കുക, ഭഗവാന്റെ ഒരു കിണ്ടി കഴുകുക, അതൊക്കെ ചെയ്യുക, അതൊക്കെ വലിയ ഭാഗ്യ. ഇങ്ങനെ സേവനം ചെയ്യണമെന്നാ. ഇവിടെ രാജസൂയയാഗം വലിയ യാഗല്ലേ. കൃഷ്ണൻ ഓടി വന്നു. അപ്പോൾ പറയാ, ധർമ്മപുത്രരെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ, അന്ന് ഇവിടെ നിന്നോളൂ, ഇവിടെ ഒരുപാട് ബ്രാഹ്മണർ വരും, ഒരുപാട് രാജാക്കന്മാർ വരും, അവരുടെയൊക്കെ കാല് കഴുകിയാൽ മതി. കാല് കഴുകി സ്വീകരിക്കൂലേ കല്യാണച്ചെങ്ങനെയൊക്കെ. അപ്പോൾ ഭഗവാൻ എന്താ ചിന്തിച്ചേ? ഞാൻ ഭഗവാനെ എനിക്കതൊന്നും പറ്റില്ല ചിന്തിച്ചാൽ കഴിഞ്ഞില്ലേ കഥ. ആ കിണ്ടി വാങ്ങിക്കൊണ്ട് ഭഗവാൻ വരുന്ന ഓരോ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും മഹാരഥന്മാരുടെയും കാല് കഴുകിയും കൊണ്ട് നിന്നു. അതിന് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളെന്താണ്? ഒന്നും അല്ല. ഇനി നമ്മുടെ സമൂഹത്തേക്ക് അങ്ങോട്ട് നോക്കൂ. എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞവരോട് ഇതുപോലെ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. ആ കുപ്പായം വെളുത്തതാ, അവർക്ക് വൈറ്റ് കോളർ ജോബേ പറ്റൂ. പക്ഷേ ക്ഷേത്രത്തിൽ വന്ന ഐക്യം, സ്നേഹം, ഒരുമ, സേവനം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കൂട്ടായ്മ, കൂട്ടത്തോടെ ഇരുന്നിട്ടാണ് നിങ്ങളിന്ന് രാവിലെ ഭാഗവതം പാരായണം ചെയ്ത്. അതിൻ്റെ ഒരു സുഖം, കൂട്ടമായി ഇരുന്നിട്ട് ഓം നമോ ഭഗവതേ രുദ്രായ ശ്രീരുദ്ര അങ്ങ് ജപിച്ചു നോക്കൂ. അപ്പം കിട്ടുന്ന സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. കൽക്കണ്ടം മധുര മധുര പറയും, പക്ഷെ വായിലിട്ടാലല്ലേ കൽക്കണ്ടത്തിൻ്റെ മധുരം അറിയുള്ളൂ. അതുപോലെ നമ്മൾ എന്താവണം? കൽക്കണ്ടം രുചിക്കാൻ, ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കണം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് ജന്മങ്ങളുടെ സുഹൃതാണത്ര ഈശ്വര കഥകൾ കേൾക്കാൻ ഒരവസരം കിട്ടുന്നത്. അത് ഭഗവതി കൊണ്ട് തരുന്നതാ. ഈ മക്കൾക്ക് ഒരുപാട് കാലമായി ഇതിൻ്റെ അടുത്ത് വന്ന് നാരായണീയം ചൊല്ലി സമർപ്പിക്കുന്നു, ഭാഗവതമായി ഇവർ സേവനം ചെയ്യുന്നു. ഒരനുഗ്രഹം കൊടുക്കട്ടെ. ഈശ്വര കഥ കേട്ടാലത്തെ ഗുണം എന്താ? സർവ പാപങ്ങളും നശിക്കുന്ന സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗം കേട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്നില്ലേ, ശരീരത്തിന് വേദനകൾ, അസുഖങ്ങൾ, വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ടാവും. പക്ഷേ ഈ 1.5 മണിക്കൂർ സമയം നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ഓർക്കില്ല. ഇത്തിരി ഭക്തി കയറിയവരാണെങ്കിൽ ഈശ്വര കഥകളിലൂടെ ആദ്യം ഏതിലൂടെയൊക്കെ പോയി ഭഗവതിയെക്കുറിച്ച് പറഞ്ഞൂലേ. ആരാ ഭഗവതി? 6 ഭഗങ്ങളുള്ളവൾ ഭഗവതി, 6 ഭഗങ്ങളുള്ളവൻ ഭഗവാൻ. ഏതൊക്കെ 6 ഭഗങ്ങൾ? ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് 6 ഭഗങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവതിയുടെ ഗുണങ്ങളാണ്. നമ്മൾ തന്നെ ആ ഭഗവതി ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. സന്യാസം സ്വീകരിച്ച ക്ഷേത്രത്തിലേക്ക് പോവില്ല. കാരണം അവരുള്ളിൽ തന്നെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യം എങ്ങനെ അറിഞ്ഞ് നമുക്ക് ഉയരങ്ങളിലെത്താം? എന്താണ് ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ പറയും ജഗതഹാസ്ഥിതി കാരണം അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. അതാണ് ധർമ്മം. അതും മനസ്സിലായില്ല. അതിൽ 2 വാക്കുണ്ട്. അഭ്യുദയ നിശ്രേയസ. ഇതാണ് നമ്മുടെ ജീവിതം. കുട്ടിയായി നമ്മൾ ജനിക്കുമ്പോൾ എവിടെ ജനിക്കണം? ഐശ്വര്യമുള്ള ഒരു വീട്ടിൽ ജനിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഐശ്വര്യം ഉണ്ടെങ്കിലേ നിങ്ങളിവിടെ എത്തൂ. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വന്ന് ജനിക്കൂ. അല്ലെങ്കിൽ എത്രയോ ദൂരത്ത് നിന്ന് അല്ലേ, ആലപ്പുഴയിൽ നിന്ന് ജിൻഡു വന്നു, എത്ര കാലമായി കേൾക്കണം എന്ന് ആഗ്രഹിച്ചു. അവരെ കൂടെ വയ്യാതെ, കാലുകൊണ്ട് വയ്യാതെ ഒരാൾ 6 മണിക്കേ വന്ന് കാത്തിരിക്കുക, ടീച്ചറെ പ്രഭാഷണം കേൾക്കണം. കുന്നംകുളത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, ചൂണ്ടലിൽ നിന്ന് നമ്മുടെ തിരുമേനി ഇവിടെ എത്തി. എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം ഒരു ബ്രാഹ്മണൻ ടീച്ചറുടെ ഒരു പ്രഭാഷണം കേൾക്കണം എന്ന് പറഞ്ഞ് മുന്നിൽ വന്നിരിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു സുഖമുള്ള അനുഭൂതി തന്നെയാണ്. കാരണം ഒരാളെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് മലയാളിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ചെയ്യില്ല അവരത്. ഇവിടെ നിന്ന് വിട്ടാൽ നോർത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ പോയാൽ അത് നടക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, അറിവുള്ളവനെ അതിന് കഴിയും. ഈ മാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചില്ല താഴുന്നു, അഹങ്കാരം കുറയുന്നു എന്ന്. ഇനി മറ്റൊരു തത്വം, മാങ്ങ എൻ്റെ ശരീരത്തിൽ ഉണ്ടായതാ, ഒന്ന് ഞാനങ്ങോട്ട് കഴിക്കട്ടെ വെച്ചിട്ട് ഏതെങ്കിലും മാവ് കഴിക്കുന്നുണ്ടോ?
ചക്ക എൻ്റെ ശരീരത്തിൽ ഉണ്ടായതാ, ഒന്ന് ഞാൻ കഴിക്കട്ടെ ഇച്ചിരി. ഏതെങ്കിലും പ്ലാവ് കഴിക്കുന്നുണ്ടോ? എന്താ അവർ ചെയ്യുന്നത്? കിളികൾക്കും അണ്ണാരക്കണ്ണനും മനുഷ്യർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും അത് ഉപയോഗിക്കുന്നില്ല. എന്ത് ചെയ്യണം? ഇവിടെ അമ്മമാർ കൂട്ടായ്മയോടുകൂടി പലതും ചെയ്യുന്നില്ലേ? അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിറക്കി പല കാര്യങ്ങളും ഇവിടെ നടത്തുന്നില്ലേ? എന്താ? അത് തന്നെയാണ് ത്യജിക്കുക എന്ന് പറയുന്നത്. ഇനി 6 ഭഗങ്ങളിൽ ഐശ്വര്യവാനായി ജനിച്ചു എന്ന് പറഞ്ഞില്ലേ? ശ്രീ ഉണ്ടായിരിക്കണം. ശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന. ഐശ്വര്യം, വീര്യം, ശ്രീ വീര്യവാനായി വളർന്ന് ശ്രീ സമ്പത്ത് നേടി. പിന്നെന്താ? യശസ്, വിജ്ഞാനം, വൈരാഗ്യം. സമ്പത്തൊക്കെ നേടിക്കഴിഞ്ഞാൽ കീർത്തി നമ്മുടെ പിന്നാലെ താഴെ വരും. യശസ് നേടി കീർത്തിമാനായി, വിജ്ഞാനം, വൈരാഗ്യം. പിന്നെയാണ് എന്ത് വേണ്ടത്? വിജ്ഞാനം. ഒരുപാട് ജ്ഞാനം നേടും നമ്മള്. പക്ഷേ ജ്ഞാനം വിജ്ഞാനസഹിതം എന്നാണ് ഗീത പറയുന്നത്. അറിവ്, വിജ്ഞാനം അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കൽ തുടങ്ങുക. ഈശ്വര കഥകളിലൂടെ പോവുക. ആ സുഖം അനുഭവിക്കുക. ഒരു ശ്ലോകം ചെല്ലുമ്പോഴത്തെ സുഖം എന്താണെന്ന് അനുഭവിക്കുക. എന്നിട്ട് അവസാനമാണ്, ഇതൊക്കെ അഭ്യുദയാണ്, യശസ് വന്നു അല്ലേ? പിന്നെ വിജ്ഞാനവും വൈരാഗ്യവും നേടുന്നതാണ് എന്ത്? നിശ്രേയസ. മനുഷ്യനപ്പം എങ്ങടാ വരേണ്ടത്? അഭ്യുദയ. ഉയരങ്ങളിൽ എത്തണം. എവിടെ? ഏതിൽ? സാധാരണ നമ്മൾ 4 കൈകളില്ലേ ഭഗവാന്? ഈ 4 കൈകള്, ശംഖ, ചക്ര, ഗദാ, പത്മങ്ങൾ നമ്മളുടെ പുരുഷാർത്ഥങ്ങളെയാണ് കാണിക്കുന്നത്. 4 പുരുഷാർത്ഥങ്ങൾ: ധർമാർത്ഥ, കാമമോക്ഷം. ഇതിലെ ശംഖ് ഞാൻ പറഞ്ഞില്ലേ, വെളുത്ത കളറിൽ ശംഖനാദം. ശംഖ് പ്രപഞ്ച ശരീരമാണ്. അത് നമ്മളോട് അങ്ങനെ പറയാണ്, നിങ്ങളെല്ലാം ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നവരാണ്. ഭഗവാൻ നശിക്കുന്നുണ്ടോ? ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു, എത്രയോ അവതാരങ്ങൾ എടുത്തു. ഈ ശംഖ് നമ്മളോട് അത് പറയുമ്പോൾ, ചക്രം 2 ആയുധാണ് ഭഗവാന്റെ കയ്യിൽ, ഒന്ന് പോരാ. ചക്രം സുദർശനം, കണ്ടാൽ തന്നെ സുദർശനാണ്. കണ്ടു കഴിഞ്ഞാൽ കഥ തീരുത്രേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചക്രം കൊണ്ട് നമ്മളുടെ ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തണം. നമ്മളുടെ ഉപദേശം എന്താ? നമ്മളുടെ ശത്രുക്കൾ ആരാ? ആലസ്യം, അവിവേകം. ഇപ്പം രാവിലെ നീക്കണം, ധാമേ മുഹൂർത്ത ഉത്തായ എന്ന് ആചാര്യൻ പറയും. പക്ഷെ നമ്മൾ രാവിലെ അലാറൊക്കെ വെക്കും. ശരിയാണ്, ആ പ്രഭാഷണത്തിൻ്റെ എഫക്റ്റ് പോലെ ഇരിക്കും. ഞാൻ ചെറുതാകുമ്പോഴേ ആചാര്യൻ +1 ഒക്കെ പഠിക്കുമ്പോൾ ഭാഗവതം തുറന്നവിടെ പോയിരിക്കും. അന്ന് ഭാരതബന്ധമൊക്കെ ഉണ്ടായിരുന്നു. 7 ദിവസമൊക്കെ വീണ് കിട്ടും. അതിങ്ങനെ തുറന്നിരിക്കുമ്പം ആചാര്യൻ പറയും, ബ്രാഹ്മമുഹൂർത്തത്തിൽ നീക്കണം. അപ്പോൾ എപ്പോഴാതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു 3:30 മുതൽ സരസ്വതി യാമം. എന്താ അപ്പം നേട്ട്? നാമം ജപിച്ച ഗുണം. നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാണ്. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. അത് ജപിക്കും തോറും നമ്മുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സരസ്വതി യാമത്തിൽ ഉണർന്നു കഴിഞ്ഞിട്ട് നാമം ജപിച്ചാൽ നമ്മളുടെ ബുദ്ധി വികസിക്കും. ഇത് സയൻസിലും തെളിയിക്കുകയാണ്. സയൻസ് എന്താ പറയുന്നതെന്നറിയോ? നമ്മളുടെ ബ്രെയിനിൽ ആ സമയത്ത് ഒരു തരം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സയൻസാണ് ഹൈന്ദവൻ്റെ ആചാരങ്ങളെല്ലാം. ഇനി ശംഖം, ചക്രം, ഗദയും ആയുധം തന്നെയാണ്. നമ്മുടെ ശത്രുക്കളാകുന്ന ഈ ആലസ്യത്തെയും അവിവേകത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഗദ കൊണ്ട് അടിച്ച് ഉടച്ച് ഓടിക്കണം. താമരയാണ് വലിയൊരു തത്വം. താമര എവിടെയാണ് നിൽക്കുന്നത്? ഗീതയിൽ പറയുന്നത് പത്മപത്രമിവാംബസ. പത്മപത്രം എന്ന് പറഞ്ഞാൽ താമരയുടെ ഇല. ഈ ഇലയിൽ വെള്ളം നിൽക്കുമോ? ഒട്ടലില്ലാതെ ജീവിക്കണം. ചക്ക മുറിക്കുമ്പോൾ ഇത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടിയാൽ പിന്നെ അത്ര ഒട്ടലുണ്ടാവില്ല. നിങ്ങൾ വീടിന് വേണ്ടി ജീവിക്കാതെ വീട് പ്രയോജനപ്പെടുത്തി ജീവിക്കണം എന്ന് നമ്മളോട് പറയാം. താമര നിൽക്കുന്ന ആ കുളത്തിലെ വെള്ളം താന്നാലും താമര ഉയർന്നു നിൽക്കും. നമുക്കൊക്കെ ഉയരാനാണ് ആഗ്രഹം. എങ്ങനെ ഉയരണം? ആത്മീയതയിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. നമ്മുടെ വിചാരം എന്താ? ഒരുപാട് സമ്പത്ത് നേടണം. എന്തൊക്കെ നേടിയാലും ഒന്നും കൊണ്ടാൻ പറ്റില്ല. കുട്ടി ജനിച്ചു വരുമ്പോൾ എങ്ങനെയാ? എനിക്ക് എന്നെ മുറുക്ക പിടിക്കൂലേ? മുത്തശ്ശി പറയാ, അച്ഛൻ്റെ കയ്യിൽ നിറച്ചുണ്ട്. അച്ഛനാണെങ്കിലോ സിസേറിയനാ, പണയം വെച്ചിട്ടാവും തിരിച്ചു കൊടുന്നുണ്ടാവുക. ഒരു തെറ്റിദ്ധാരണ ഒരു ബുക്കിലും അത് പറയുന്നില്ല. മരിച്ചു പോകുമ്പോഴോ അലക്സാണ്ടർ എന്താ കാണിച്ചേ? പെട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. ദേ ഒന്നുമില്ലാതെ പോകുന്നത് വലിയൊരു തത്വം കേട്ടോ. എനിക്ക് എന്തേ കൊണ്ടുപോകാൻ പറ്റൂ? നമ്മൾ നേടിയ ഈ ആത്മീയ സംസ്കാരം, ആത്മാവിനെ എത്രത്തോളം നമ്മൾ ഉയർത്തിയോ ആ നാമജപത്തിൻ്റെ പുണ്യം, അത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. വീട്ടിൽ നിങ്ങൾ ഒരുപാട് പണികൾ ഭരിക്കും, കുട്ടികൾക്കും വേണ്ടി ചെയ്യും. ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി ഭാര്യയും കുറേ പണിയെടുക്കും. പക്ഷേ വീട്ടിൽ 100 ദിവസം വെച്ചാലും ഇവിടെ ഒരു ദിവസം വന്ന് വെക്കുന്ന പുണ്യം നമുക്ക് കിട്ടില്ല. അതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷേത്രത്തിൽ
ക്ഷേത്രത്തിൽ വന്നിട്ട് സേവനം ചെയ്യണം എന്ന് പറയാണ്. ഇങ്ങനെ അക്രൂരരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്താ മനസ്സിലായില്ലേ? എനിക്ക് അനുഗ്രഹം കിട്ടി, ഞാൻ അവിടെ പോയി നമസ്കരിക്കാൻ പോവുക, ഭഗവാനെ നമസ്കരിച്ചാൽ അനുഗ്രഹം കിട്ടും. ഇങ്ങനെ തീരുമാനിച്ചിട്ട് തേരേറി അങ്ങനെ പോവുകയാണ് എങ്ങോട്ട്? വൃന്ദാവനത്തിലേക്ക് കൃഷ്ണരാമന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും ഭഗവാനെ വധിക്കാൻ കഴിയുമോ? ഉള്ളതിനെ നാശമുള്ളൂ. ഭഗവാൻ ഇവിടെ ജനിച്ചിട്ടില്ല, മരിക്കുന്നില്ല, പരമാത്മാവാണ്. അങ്ങനെ അവസാനം കംസനെ വധിക്കുകയാണ്. കംസൻ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരിയാണ്, മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണ്. വഞ്ചനയല്ലേ ചെയ്ത് കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ. ഇങ്ങനെയുള്ള ഒരുപാട് തത്വങ്ങളുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. തത്വങ്ങൾ അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് ആരാധിക്കാം. ഈ ഒരു ജന്മം ഉപനിഷത്ത് പറഞ്ഞത് മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, നിങ്ങളിത് നഷ്ടപ്പെടുത്തി കളയരുത്. വേദം പറഞ്ഞത് ശൃണ്വന്തു വിശ്വ അമൃതസ്യ പുത്ര, ഹേ അമൃതത്വത്തിൻ്റെ പുത്രന്മാരെ, നിങ്ങളിത് കേട്ടാലും. ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുക, ഈശ്വരനോട് അങ്ങനെ അടുക്കുക. സ്ക്രൂ ഇങ്ങനെ മുറുകണം, ഓരോ വരവിനും സ്ക്രൂ മുറുകുമ്പോൾ ഒന്നുകൂടി അടുക്കും. അങ്ങനെ അടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നടക്കില് ആ വാരസ്യാര് അല്ലെ ക്ഷാരസ്യാര് ചെന്നിട്ട് ഉപ്പുമാങ്ങ വെക്കുന്ന ആ ക്ഷാരസ്യാര് അവിടെ തന്നെ ഉത്സവ സമയത്ത് പെയിൻ്റായി വീണ് 10 മിനിറ്റിനുള്ളിൽ കൃഷ്ണനാണ് കൊണ്ടുപോയില്ലേ. ക്രൂരമ്മ മരിക്കുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഭഗവാൻ അടുത്ത് ചെന്നിരുന്ന കയ്യിൽ തലോടി കൊടുക്കുക. അപ്പോൾ അവസാനം വിഷ്ണു സഹസ്രനാമത്തിൽ ആത്മയോനി സ്വയം ജാതോ വൈഖാന സമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷതീശ പാവനാശന എന്ന് ചൊല്ലിയപ്പോൾ ഒരു തുള്ളി കണ്ണുനീര്, കരയാത്ത ചിരിക്കാത്ത കൃഷ്ണൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് ആ കൈത്തണ്ടയിൽ ഇറ്റ് വീണിട്ട് കണ്ണുകൾ ഭഗവാൻ തലോടി അടച്ചു മരിപ്പിച്ചു. അതിലും വലിയ ഒരു മഹാഭാഗ്യം എന്താ? ഈ ജന്മം കിട്ടിയത് വെറുതെ ഉണ്ടുറങ്ങാനോ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ അല്ല. ഇതിങ്ങനെ ചൂണ്ടും അഹങ്കാരം, ഇതിനെ ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് വെക്കണം. ഭഗവാനാണ് സർവസാക്ഷിയായ ആകാശത്തിന്, പരബ്രഹ്മത്തിന് ചുവട്ടിലേക്ക് അങ്ങനെ വളച്ചു വെക്കണം. അതിനെല്ലാവർക്കും കഴിയട്ടെ. പരിശുദ്ധമായ ഒരു അന്ധകരണത്തിൽ മാത്രമേ ഭഗവാൻ ഇരിക്കൂ. ആ ഭഗവാന്റെ തേജസ്സിനെ അറിഞ്ഞാരാധിക്കാൻ ഒരുപാട് യജ്ഞങ്ങൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കലികാലത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ യാഗം തപസ്, യജ്ഞം, യാഗം ആണ്. ജ്ഞാന യജ്ഞം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇനിയും ഒരുപാട് വലിയ ആചാര്യന്മാർ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കട്ടെ. ആ കൽക്കണ്ടം, ആ പായസം നുകരാൻ ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞു വന്നേല് സമർപ്പിക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരിതത്സം.